ഞാൻ കരുതുന്ന പൊറോട്ടേക്കാർ പ്രശ്നക്കാരൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലാണ്. മിഥൈലേഷൻ ടെസ്റ്റ് എന്നാ പറയാ. അതിൽ കൂടെ നമുക്ക് ആക്ച്വൽ ബയോളജിക്കൽ ഏജ് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ബേസിക്കലി ഒരു കെമിസ്ട്രി അറിയാവുന്ന മിക്കവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഒരു കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ നാളെ ഡിസൈഡ് ചെയ്യുന്നത്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇന്നും പലർക്കും അറിയില്ലല്ലോ. ഏജിങ് ഈസ് എ ഡിസീസ്. ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ then you have the disease. ഞാൻ ഒരിക്കൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, മാരത്തൺ ഓടുമ്പോൾ നോക്കണം എന്ന് പറഞ്ഞിട്ട്. ആൾക്കാരെ കൂടെ എന്നെ തെറി വിളിച്ചത് ഡേഞ്ചറസ് തിങ് ഈസ് എ സൺഫ്ലവർ ഓയിൽ. മോഹൻ സുരേഷ് രമേശ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയപ്പോൾ സിഗരറ്റ് വലിച്ച എല്ലാ ആൾക്കാരും വളരെ സന്തോഷത്തോടെ ആദ്യത്തെ പഫ് എടുത്തപ്പോൾ ഹായ് എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാലല്ലോ. Ladies and gentlemen, ഇന്നത്തെ റൂട്ടഡ് എപ്പിസോഡിൽ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ഓൺട്രപ്രനർ, ഫ്യൂച്ചറിസ്റ്റ്, ഓത്തർ ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ചായ ഡോക്ടർ സജീവ് നായർ. വെൽക്കം ടു റൂട്ടഡ്. I was just saying, ഞാൻ വളരെ excited ആണ് to speak with you because finally here's someone who's going to talk about a subject I'm curious about. അതിന് കാരണമുണ്ട്, I'm at that age പെട്ടെന്ന് ഈ വയസ്സാവുന്നത് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു, ലൈക്ക് മോസ്റ്റ് പീപ്പിൾ എൻ്റെ വയസ്സിൽ ചോദിക്കാൻ ആഗ്രഹമുള്ളത്, ക്യാൻ വി ട്രൂലി റിവേഴ്സ് അവർ ഏജ്? എൻ്റെ പ്രായം എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെ? വാട്ട് ഇസ് ബിൻ യുവർ എക്സ്പീരിയൻസ്? എത്രയിലേക്ക് തിരിക്കണം? എനിക്ക് 44 നിന്നും ശരീരം ബാക്ക് ടു മൈ പ്രൈം. ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ US FDA has approved a human trials. ഈ ഏജ് റിവേഴ്സൽ എന്ന് പറയുന്ന പണ്ട് പറയുമ്പോൾ തന്നെ പറയുമായിരുന്നു ഏജ് റിവേഴ്സൽ എന്ന് പറയാൻ പാടില്ല, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. സയൻറ്റിസ്റ്റുകൾ തന്നെ അത് എതിർത്തിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ US FDA അപ്രൂവ് ചെയ്തിട്ടുള്ള റിസർച്ച്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച് എന്ന് പറയുന്നത് ഏജ് റിവേഴ്സൽ ഓൺ ഹ്യൂമൻ ട്രയൽസ്. ഹ്യൂമൻ ട്രയൽസ് എന്ന് പറയുമ്പോൾ ആനിമൽ ട്രയൽസ് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഹെഡ് ഓഫ് ദി റിസർച്ച് ആള് പറയുന്നത്, ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറയുന്നത് കേട്ടോ, ആള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ 6 months ടൈം യു ക്യാൻ റിവേഴ്സ് 75% എന്നാണ്. 75 എന്ന് പറഞ്ഞാൽ 44 വയസ്സ് ഒരാൾക്ക് 24 ആകാൻ നല്ല അർത്ഥം. See, now we have got 2 ages. One is chronological age, second one is biological age. Chronological നമുക്കൊക്കെ എല്ലാ വർഷവും നമ്മുടെ കലണ്ടറിൽ ഹാപ്പി ബർത്ത്ഡേ. ഈ ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഏജ് ഓഫ് അവർ സെൽസ് അല്ലെങ്കിൽ ആക്ച്വൽ ഏജ് ഓഫ് അവർ ഓർഗൻസ്. ഇപ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, 1980 ഈ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആൾക്കാരുടെ ആയുസ് 48 വയസ്സായിരുന്നു ഇന്ത്യയിൽ ആവറേജ്. ഇന്നത് ഉയർന്നിട്ട് ഒരു 70 അടുത്തെത്തി. ദാറ്റ് മീൻസ് പീപ്പിൾ ആർ ലിവിങ് ലോങ്കർ. റീസൺ മെഡിക്കൽ സയൻസ് വന്നുള്ള അഡ്വാൻസ്മെൻ്റ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, പണ്ടൊക്കെ 60 വയസ്സ് വന്നിട്ട് അസുഖം 30 വയസ്സിലാണല്ലോ വരുന്നത്. പീപ്പിൾ ആർ ബിക്കമിങ് ഡയബറ്റിക് അറ്റ് ദ ഏജ് ഓഫ് 30. അതിൻ്റെ റീസൺ അയാൾ 30 വയസ്സാണെങ്കിലും കലണ്ടറിൽ അയാളുടെ ഏജ്, ആക്ച്വൽ ബയോളജിക്കൽ ഏജ് മസ്റ്റ് ബി 60. ദാറ്റ് ഈസ് കോൾഡ് ദ ബയോളജിക്കൽ ഏജ്. Is there a way to find out a biological age? ബയോളജിക്കൽ ഏജ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ലാബൊന്നും ഞാൻ കണ്ടിട്ടില്ല. US മിഥൈലേഷൻ ടെസ്റ്റ് എന്നാ പറയാ. അതിൽ കൂടെ നമുക്ക് ആക്ച്വൽ ബയോളജിക്കൽ ഏജ് അറിയാൻ പറ്റും. Now it's costing about 50,000 Indian rupees എടുത്താൽ around $500-600. പോയി വരുമ്പോഴേക്കും അത് കുറച്ച് ലക്ഷങ്ങളാവും. അവിടെ പോകുന്നില്ല. You can order it. ഓർഡർ ചെയ്യാൻ പറ്റും. അത് ഇവിടെ കിട്ടിയിട്ട് ഇവിടെ ബ്ലഡ് ആണ്. Now when it comes to reversal, അപ്പോൾ റിവേഴ്സൽ ഓഫ് ആർ ബയോളജിക്കൽ അതേ പറ്റുള്ളൂ. കലണ്ടർ തിരിച്ചു വെക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ സ്കിന്ന്, നമ്മളുടെ വിഷൻ കുറച്ചുകൂടി ബെറ്റർ ആകുക, ലൈക്ക് ബ്രെയിനിന്റെ ഫങ്ഷൻസ് പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക, ബോഡി ഓവറോൾ എനർജി ലെവൽസ് തിരിച്ചു കൊണ്ടുവരാൻ. That's quite possible. And there are enough science to prove that. ഈ US FDA അപ്രൂവലുള്ള ഈ ഒരു അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ട്രയൽസ് കഴിയുമ്പോൾ ആക്ച്വലി ദിസ് വിൽ ബിക്കം പബ്ലിക്. ഒരുപക്ഷെ കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണോ, എല്ലാവർക്കും കിട്ടുമോ, ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയർ ആയിരിക്കില്ലേ? ഏത് സാധനവും വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്, കാരണം അതിൻ്റെ ടേക്കേഴ്സ് കുറവായിരിക്കും. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും, ഏത് മെത്തഡോളജി ആണെങ്കിലും, ടെക്നോളജി ആണെങ്കിലും, ഓവർ എ പീരീഡ് ഓഫ് ടൈം മോർ ദ ടേക്കേഴ്സ് ലെസ് ദ പ്രൈസ്. ഓട്ടോമാറ്റിക്കലി കൂടുതൽ കാലം ആൾക്കാർ ജീവിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഇതിനകത്ത് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി എനി വിച്ച് വേ ഇപ്പോൾ 70 ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ 70 എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 85 ഒക്കെ ആയിട്ടുണ്ട്.
ജപ്പാനിലൊക്കെ 100,000 കൂടുതൽ ആൾക്കാർ സെന്റിനറിയൻസ് ലെവലിലേക്ക് ഉയർന്നു എന്ന് പറയപ്പെടുന്നു. ഒക്കിനാവ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലിവിങ് ലോങ്ങർ. എങ്ങനെ ക്യാൻ യു ലിവ് ലോങ്ങർ വിത്ത് അബ്സല്യൂട്ട് ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി? അതാണല്ലോ ക്രിട്ടിക്കൽ ഇഷ്യൂ. ദാറ്റ് ഈസ് വേർ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഹെൽത്ത് സ്പാൻ റാദർ ദാൻ ലൈഫ് സ്പാൻ. അല്ലേ? അപ്പോൾ ആ ഹെൽത്ത് സ്പാൻ എങ്ങനെ കൂട്ടാൻ പറ്റും? അതായത് എനിക്ക് 100ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 5 കിലോമീറ്റർ ഓട്ടോ കഴിഞ്ഞ് വന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും കൂടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ പെർഫെക്റ്റ് സിനാരിയോ. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് എൻ്റെ പ്രായത്തിൽ ഞാൻ എന്തുകൊണ്ട് ഏജിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. Body wise, capability wise, quality wise, performance wise, personal performance, professional performance. ബേസിക്കലി അതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അപ്പോൾ എങ്ങനെ ഒരു ഹ്യൂമൻ ആസ് എ ഇൻസ്ട്രുമെൻ്റ് എന്നോ ഒരു എക്യുപ്മെൻ്റ് ഒന്നും പറയുന്നില്ല, ശരിയല്ല എങ്കിൽ പോലും എങ്ങനെ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോർമലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മറ്റ് പല മെഷീൻസിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ള മെക്കാനിസംസ് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ മാത്രം അങ്ങനത്തെ മെക്കാനിസംസ് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ട്, പക്ഷെ അറിയത്തില്ല. നൗ വിത്ത് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ്, ഇപ്പോൾ വന്നിട്ടുള്ള AI വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, ജിനോമിക്സിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, നമ്മുടെ മൈക്രോബയോം, അതുപോലുള്ള പല മേഖലകളിൽ മെഡിക്കൽ സയൻസ് വന്നിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻസ്മെൻറ്റുകൾ വെച്ച് നോക്കിയാൽ ഇതിനെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യാവുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അതാണ് പറയപ്പെടുന്നത് ഒരു 30 വർഷം കൊണ്ട് ഇനിയൊരു 30 വർഷം കൊണ്ട് നടക്കേണ്ടിയിരുന്ന മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് കെയർ ഈ വരുന്ന 5 വർഷം കൊണ്ട് നടക്കാൻ പോകുന്നതാണ് പറയുന്നത്. Yes, and that is what makes it very very exciting. But now അവിടേക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. Let's talk about you and how you got here. അല്ലെ, ഡോക്ടർ സജീവ് നായർ എന്ന് പറഞ്ഞ വ്യക്തി തുടങ്ങിയത് ഇങ്ങനെയൊന്നും അല്ല. തുടങ്ങിയത് ഒരു ബിസിനസ് കോച്ച്, ഒരു ആൻട്രപ്രണർഷിപ്പ് കോച്ച്, ലീഡർഷിപ്പ് കോച്ച്, ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നൊക്കെ രീതിയിലാണ്. ബിക്കോസ് ഐ ഹവ് മെറ്റ് എ ഫ്യൂ ഓഫ് യുവർ സ്റ്റുഡൻസ് അലോങ് ദ വേ. അപ്പോൾ അത് കുറേ വർഷം ചെയ്തിരുന്നു അല്ലേ? എന്നിട്ട് ഈ ഒരു വെൽനെസ്, ഞാൻ ഇതിലേക്ക് വരാനുള്ള റീസൺ 1-2 കാര്യങ്ങളുണ്ട്. ഐ ആം എ വെരി സ്ട്രോങ് ബിലീവർ ഓഫ് കോയിൻസിഡൻസസ്. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ സംതിങ് ഹാപ്പൻസ് ആസ് പെർ ദ പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കത്തില്ല, ആസ് പെർ ദ പ്ലാൻ. ഞാൻ എൻ്റെ MSc ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ലല്ലോ. ഐ ഡിഡ് മൈ MSc ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി. അതിനുശേഷം MBA ചെയ്തു. പിന്നീട് ഞാൻ PhD ചെയ്തത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ സ്റ്റഡീസിലാണ്. നൗ ഈ അനലിറ്റിക്കൽ കെമിസ്ട്രി ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ അഡ്മിഷൻ കിട്ടി പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു ജോബ് കിട്ടിയത്, ഒരു 2-3 പല ജോബുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽസിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മോളിക്യൂൾസ്, ഫോർമുലേഷൻസ്, പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ ഒരു ഐഡിയ മനസ്സിലായത്. അപ്പോഴാണ് ശരിക്കും എൻ്റെ കുറച്ചെങ്കിലും അവിടെ ഇവിടെ നിന്ന് അറിയാവുന്ന അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ പ്രയോജനം മനസ്സിലായത്. അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഈ സാധനം പഠിപ്പിക്കുന്നത്, കാരണം ഈ ലാബിലൊക്കെ ഉള്ള സ്മെല്ലും. എനിവേ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്നീട് ന്യൂട്രസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. ന്യൂട്രീഷൻ സപ്ലിമെന്റ് സെയിൽസിലേക്ക് വരാൻ കാരണം ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വന്നു. അങ്ങനെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിലേക്ക് അങ്ങനെ ആ ഒരു ട്രാക്കാണ്. അതായത് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഫോർമുലേഷൻസ്, മോളിക്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം പറ്റും. അത് ബേസിക്കലി ഒരു കെമിസ്ട്രി അറിയാവുന്ന മിക്കവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം അത് കുഴപ്പമില്ല, കെമിസ്ട്രി ആണല്ലോ എല്ലാം. കാരണം നമ്മൾ പറയും ഇതിനകത്തൊക്കെ കെമിക്കൽ ആണെന്ന് പറയും. ആക്ച്വലി എവറിത്തിങ് ഈസ് കെമിക്കൽ. നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും കെമിക്കൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. ദെൻ ഐ മൂവ്ഡ് ഇൻ ടു ന്യൂട്രസ്യൂട്ടിക്കൽസ്. ആ ഒരു സമയത്താണ് പാരലലി ഐ സ്റ്റാർട്ടഡ് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ, മോട്ടിവേഷണൽ ഇവൻറ്റ്സ്, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ ഒരു സ്പേസിലേക്ക് വന്നു. ഇപ്പോൾ രഞ്ജിൻ നേരത്തെ പറഞ്ഞൊരു ബിഗ് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ ഈ മോട്ടിവേഷണൽ എലമെൻ്റ് കൊണ്ട് മാത്രം ആൾക്കാർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ് മെയ്ഡ് മീ ടു ഗോ ഡീപ്പർ ഇൻ ടു ദി സയൻസ് ഓഫ് ബ്രെയിൻ. ഞാൻ ആ സമയത്ത് തന്നെ 2003-04 ഒരു വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പ്രോജക്റ്റ്, ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ ഒരു ഡോക്ടറും കൂടെ ചേർന്നിട്ട് 3-4 way back. That point of time no one had ever thought about it. ഒരാൾ ചിന്തിച്ചിട്ട് പോലും വെൽനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലും ഇല്ല. വെൽനസ് ക്ലിനിക് അവിടെ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് പ്രിവെന്റീവ് ആണ്, പക്ഷെ വന്നവരൊക്കെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദിയർ ലൈഫിലൊക്കെ ഉള്ളവരാണ് വരുന്നത്. കാരണം അറിയില്ലല്ലോ ഇങ്ങനെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇന്നും പലർക്കും അറിയില്ലല്ലോ. പീപ്പിൾ തിങ്ക് ദാറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ ചിന്തിക്കുന്ന അസുഖം വരുമ്പോഴാണ് അല്ലേ. സത്യം.
നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എപ്പോഴാണ്? ശ്വാസം മുട്ടുമ്പോഴാണ്, ശ്വാസം അതെ എന്ന് പറഞ്ഞാലാണ് ഹെൽത്തും. ആ കാലം പോയി. ഇപ്പോൾ പയ്യെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, നൗ ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഹെൽത്ത് വെൻ ഐ ആം ഹെൽത്തി, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഫൈനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിനെയും വെൽത്ത് മാനേജേഴ്സിനെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യും. എപ്പോഴാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത്? വെൽത്ത് ഉള്ളപ്പോഴല്ലേ, വെൽത്ത് ഇല്ലാത്തപ്പോഴല്ല. സെയിം വേ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റിലൊക്കെ ഇരുന്ന ശേഷം അതിന് താഴെ വരുന്ന ചില കമൻറ്റുകൾ വരുവേ. അപ്പോൾ കമൻറ്റ് പറയും, ഇയാൾക്ക് ഇതൊക്കെ പറയാൻ എന്താ അധികാരം, ഇയാൾ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്ന. പിന്നെ അപ്പോൾ ഇതിൻ്റെ താഴെ വരും. അപ്പോൾ ബേസിക് ആയിട്ട് ഇതാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ. പീപ്പിൾ തിങ്ക് ദാറ്റ് വെൻ ഇറ്റ് ഈസ് ഹെൽത്ത് ഓൺലി ഡോക്ടേഴ്സ് ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. നോ, മൈ ഹെൽത്ത് ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഞാനത് ഫെയിൽ ആകുമ്പോൾ എനിക്കൊരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട്, മെഡിക്കൽ ഡോക്ടറിൻ്റെ ആവശ്യം, അപ്പോഴാണ് ആവശ്യം. അപ്പോൾ ആസ് ലോങ് ആസ് എനിക്ക് എൻ്റെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി എന്നാണ്. നമ്മുടെ സ്വന്തം ബയോളജി നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് യു ഡോണ്ട് റിക്വയർ ടു ഗോ ടു എ ഡോക്ടർ അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് എ ഡിസീസ്, അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഫോർ ദ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ്. വെൽനസ് ഹാസ് ബീൻ മൈ കോർ, based on a lot of research and studies. Yeah, and I was passionate about wellness. I've been, because എൻ്റെ അച്ഛൻ 48ാമത്തെ വയസ്സിൽ ആളിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അന്ന് ആൻജിയോപ്ലാസ്റ്റി ഒന്നും ഇല്ല. I lost my father at 7, heart attack. My God. Yeah, so it's crazy. So അന്ന് അച്ഛന് 48 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലോങ് ബാക്ക്. ഐ തിങ്ക് അന്ന് ആൻജിയോപ്ലാസ്റ്റി ഇല്ല. Still he survived till the age of 62. Okay. My mother died from cancer. അപ്പോൾ ഐ ഹാവ് ഗോട്ട് സംതിങ് റണ്ണിങ് ഇൻ മൈ ഫാമിലി. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു, എന്തുകൊണ്ടാണ് 48ാമത്തെ വയസ്സിൽ അച്ഛൻ ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായത്. സോ വിൽ ഇറ്റ് ഹാപ്പൻ ടു അസ്? സോ ദാറ്റ് മെയ്ഡ് മീ ടു ടേക്ക് സം സ്റ്റെപ്സ് മച്ച് ഏർലിയർ ഓൺ. എങ്ങനെ നമുക്കിതിനെ അറിയാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ലക്ലി 2005 ഞാൻ US ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഐ വെൻറ്റ് ത്രൂ സംതിങ് കോൾഡ് ന്യൂട്രി ജെനോമിക് ടെസ്റ്റ്. അവിടെ അപ്പം ജിനോമിക് ടെസ്റ്റിംഗ്. അപ്പോൾ 2003 ഈ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ഓപ്പൺ ആയത്. 2005 എനിക്ക് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ലൈക്ക് ഇൻ ദ സെൻസ് ഐ കുഡ് റിയലൈസ് ദാറ്റ്, ഓ മൈ ഗോഡ്, ഈ ഓരോ ന്യൂട്രിയൻസും നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, why my body is not able to do certain things, because my body is incapable of breaking down certain nutrients. How are they doing this test? Like a blood test? Just 2 ml saliva. Okay. This is what we do at V-Roots now. Okay. Yeah. Oh, okay. We'll get to that. Yeah. അപ്പോൾ അന്നത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ദാറ്റ് മീൻസ് ദ ഗുഡ് ഓൾഡ് പ്രോവർബ് രഞ്ജിനി കേട്ടിട്ടില്ലേ, വൺ മാൻസ് ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയ്സൺ. എക്സാക്ട്ലി അത് ഇതിനെ ബേസ് ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പണ്ടത് അറിഞ്ഞിട്ട് പറഞ്ഞായിരിക്കത്തില്ല. എനിവേ, ആ ഒരു ട്രാക്കാണ് എന്നെ ഈ ഒരു തരത്തിലേക്ക് ചിന്തിപ്പിച്ചു തുടങ്ങിയത്. ദെൻ ആസ് ഐ ടോൾഡ് യു, മോട്ടിവേഷനിൽ നിന്ന് മാറി ഞാൻ കുറച്ചുകൂടെ ന്യൂറോ സയൻസ് ബേസ്ഡ് പ്രോഗ്രാമിലേക്ക് പോയി. ഐ ഗോട്ട് ട്രെയിൻഡ് ബൈ ഡോക്ടർ റിച്ചർഡ് ബാൻഡ്ലർ. റിച്ചർഡ് ബാൻഡ്ലർ എന്ന് പറയുന്നത് ഈ ഹിപ്നോതെറാപ്പി അതേപോലെ NLP ഒക്കെ ഫൗണ്ടറാണ്. സോ ഐ വാസ് ട്രെയിൻഡ് അണ്ടർ ഹിം. പക്ഷേ ഞാൻ NLP പ്രാക്ടീസും ചെയ്യാൻ പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് ട്രെയിൻഡ് അണ്ടർ ഹിം. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ പറഞ്ഞ ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ ക്രിയേറ്റഡ് എ റിട്രീറ്റ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രെയിൻ, ലൈക്ക് ഇൻ ദ സെൻസ്, ഇപ്പോൾ 2003 ഞാൻ മാനിഫെസ്റ്റേഷൻ ട്രെയിനിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2003 വേ ബാക്ക്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. 2003-04 then I realized that it's not just very peripheral. Mind power, subconscious mind എന്നൊക്കെ പറയില്ലേ. It's quite deep. 1960 ഡോക്ടർ ജോസഫ് മർഫി എഴുതിയൊരു പുസ്തകമുണ്ട്, പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്. അതിനെ ബേസ് ചെയ്താണ് ഈ എല്ലാം വരുന്നത്. പക്ഷെ ദ മൊമെന്റ് യു സ്റ്റാർട്ട് ലേണിംഗ് മോർ അബൌട്ട് ബ്രെയിൻ, നമ്മുടെ ബ്രെയിനും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഈ സബ്കോൺഷ്യസ് മൈൻഡിനൊക്കെ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കുറേ കാലം അതിൽ തന്നെ വർക്ക് ചെയ്തു. അങ്ങനെ പോകുന്ന സമയത്താണ് 2016-17 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ 50കളിലേക്ക് അടുക്കുന്ന വരെ ഞാൻ അറിഞ്ഞത്. ഭയങ്കര പേടിപ്പിക്കുന്ന സമയം. ഐ ഡു ദിസ് റൈസ് അപ്പ് എന്ന് പറഞ്ഞുള്ള പീക്ക് പെർഫോമൻസ് കൺവെൻഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഭയങ്കര എനർജി വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഹൗ ക്യാൻ ഐ യു ഓൾസോ ഡു എ ലോട്ട് ഓഫ് എനർജി ഓൺ സ്റ്റേജ്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അങ്ങനെ ഹൗ ക്യാൻ ഐ എൻഹാൻസ് മൈ എനർജി ലെവൽസ് പോസ്റ്റ് 50s. ആ ഒരു സ്റ്റഡി ദാറ്റ് മെയ്ഡ് മീ ടു റീച്ച് ലോഞ്ചിവിറ്റി, ബയോ ഹാക്കിംഗ്, അങ്ങനത്തെ സ്പേസിലേക്ക് എത്തി. കുറേ വെസ്റ്റേൺ റിസർച്ചേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് അമേസിങ്. ലൈക്ക് എൻ്റെ ലൈഫിലെ മേജർ ടേണിംഗ് പോയിന്റ് എന്നോ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്സ് എന്നൊക്കെ പറയാം. കാരണം
I still remember ഈ longevity research one of the top researcher I used to communicate with him. So once he made a statement, he said, Sajeev, aging is a disease. Wow, it's a disease. Ooh. So aging is normal. No, aging is a disease. We've taken it as part and parcel of our life. It's a disease. And most of the lifestyle diseases, if you look at it, it's all kind of branches of that one disease. If you can fix this, you can fix everything. Made you അപ്പോൾ think. that was a kind of a revelation. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് അതിനകത്തോട്ട് കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോയപ്പോഴാണ് യെസ് ഓഫ് കോഴ്സ് വി ക്യാൻ സേ ദാറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ് സ്റ്റൈൽ. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ജീൻസ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് മൈക്രോബയോംസ് യു ആർ ക്യാരി. ഒത്തിരി കാര്യങ്ങളുണ്ട്. ബിക്കോസ് പ്രസന്റ്ലി ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞ ഒറ്റ ഒരു വേർഡിന്റെ ബേസിസിൽ കുറെ ഹൈപ്പ് ഉണ്ട്. There's a lot of hype. ആൻഡ് അതിൽ നിന്നും അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന കുറെ ഫാക്ഷൻസും ഉണ്ട്. സോ അതിനൊരു ബേസിക് കോർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്ര പേർക്കുണ്ടെന്ന് ഐ സ്റ്റിൽ ഡോണ്ട് നോ. That's a main problem. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ് സ്റ്റൈൽ, യുവർ ജെനറ്റിക്സ് ഓൺലി 1%, ദ റെസ്റ്റ് ഈസ് ഓൾ ലൈഫ് സ്റ്റൈൽ. പക്ഷേ ഈ 1% എന്ന് പറയുന്ന ജെനറ്റിക്സ് ക്യാൻ ക്രിയേറ്റ് എ ഹാവോക്ക് ഇൻ യുവർ ലൈഫ്. കാരണം ഒരു ജീൻ വേരിയൻറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു ജീൻ വേരിയൻറ്റ് അവിടെ ഉറക്കമായിരിക്കും, നമ്മൾ ജനിക്കുന്ന സമയങ്ങളുള്ളതാണ്. പക്ഷേ എന്നാണോ ആ ജീൻ വേരിയൻറ്റ് ഓൺ ആവുന്നത്, ദാറ്റ്സ് എ ടൈം യു ഗെറ്റ് അറ്റാക്ക് ഓർ യു ഗെറ്റ് മേ ബി യുവർ അൾഷിമേഴ്സ് സ്റ്റാർട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ അത് എന്താണ് അതിനെ എക്സ്പ്രസ് ചെയ്യിക്കുന്നത്, എന്താണ് ആ ജീനിനെ സ്വിച്ച് ഓൺ ചെയ്യിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, വിച്ച് ഇസ് കോൾഡ് എപ്പിജെനറ്റിക് സയൻസ് എന്ന് പറയും. അപ്പോൾ ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്രൂ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഇഫ് യു ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്, യു ആർ പ്രിവെൻറ്റിംഗ് ദ ഡിസീസ് ഓൾസോ ടു ഹാപ്പൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ വന്നത് ഈ എൻ്റെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. പക്ഷേ ദ മൊമെൻറ്റ് ഐ സ്റ്റെപ്ഡ് ഇൻ ടു ഇറ്റ്, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് സച്ച് എൻ എക്സൈറ്റിംഗ് തിങ്. The world should know about it. ഞാനിപ്പോൾ ഒരു പുസ്തകം അതിനെ കമ്പൈൽ ചെയ്തുണ്ടാക്കി, മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ പീപ്പിൾ ഹു റെഡ് ദ ബുക്ക് ദേ വർ സെയിങ് ദാറ്റ് ഇങ്ങനെ പുസ്തകം ജ്ഞാനം കിട്ടിയിട്ട് കാര്യമില്ല, വി നീഡ് ടു ഹാവ് സം ടൂൾ, സം മെത്തഡോളജി, സം പ്രോസസ്. അങ്ങനെയാണ് 2020 വി റൂട്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയത്, with objective of helping people to live a long, healthier, productive life. So basically you are helping them with biohacking. Yeah, biohacking, helping them to live a long, healthier and productive life. Okay. Biohacking നമുക്ക് നമുക്ക് ബ്രാൻഡ് ചെയ്യാം. But the same way, I want to go into biohacking. What ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു biohacking is you're trying to help yourself, അല്ലേ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഈ biohacking എന്ന ടെർമിനോളജി ഫെമിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ what it means ഫെമിലിയർ ആയിരിക്കും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി you have spoken quite a bit. അങ്ങനത്തെ കോൺവെർസേഷൻസ് വരുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് നമ്മൾ റീഐട്രേറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്, എസ്പെഷ്യലി ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് യുവർ ലൈഫ് ആൻഡ് യുവർ ഹെൽത്ത്. അപ്പോൾ how would you, Dr. Sajeev, ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ബയോഹാക്കിംഗ് ടു ഒരു അറിയാത്ത ഒരാളുടെ അടുത്ത്? സിമ്പിൾ വേർഡ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി. ഹാക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. because it looks like something like taking control without permission, aggressive. അതിന് ആ സിവിയറിറ്റി കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വരാനുള്ള റീസൺ വെച്ചാൽ 2014-15 there has been a huge what you say health deterioration in the Silicon Valley. അപ്പോൾ അവർക്ക് lot of people were suffering from brain fog, fatigue, tiredness. ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ ഓക്കെയാണ്, ടെസ്റ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ they are not able to perform. That's where they found that okay, maybe the medical doctors may not be able to help us. എന്തുകൊണ്ട് നമുക്ക് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്തുകൂടാ? അങ്ങനെ അവർ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് പലരും അവരുടെ ഓൺ ബയോളജിയെ ഹാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ്. സോ ആസ് ഇറ്റ് കെയിം ഫ്രം സിലിക്കോൺ വാലി, ബയോ ഹാക്കിംഗ് എന്ന് വന്നു എന്നുള്ളതാണ് കറക്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ അതിന് സിവിയർ ആയിട്ടുണ്ട്. ഗ്രൈൻഡേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, ഈ ഇൻസേർട്ട് ഒക്കെ ചെയ്യുന്നവരുണ്ട്. കീഴിൽ വരുന്ന കാര്യങ്ങൾ ഈവൻ നമ്മൾ ശ്വസിക്കുന്നത് പോലും നമ്മുടെ ബയോളജിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ദ വേ യൂസ് ബ്രെത്ത്, അപ്പം നമ്മളതിനെ ഒരു ടെക്നോളജി പോയിന്റ് പ്രോഡക്റ്റിൽ നിന്ന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഓൾ ഡിഫറെൻറ്റ് ആംഗിൾ. ഞാനും കേട്ട സമയത്ത് ആദ്യം വിചാരിച്ചു ഇതൊരു ഭീകരമായ സാധനമാണ്, ഇതൊന്നും മറ്റേ ചിപ്സ് ഇൻസേർട്ട് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ടത്. ദെൻ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഡീപ്പർ ഇൻ ടു ദ സബ്ജക്റ്റ്. ആ സമയത്താണ് മനസ്സിലായത് ആക്ച്വലി ദ ബെസ്റ്റ് ബയോ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന പഴയ ആൾക്കാർ തന്നെയാണെന്നുള്ളത് മനസ്സിലായത്. കാരണം എൻ്റെ മുത്തശ്ശൻ ചെരുപ്പിടാതെ നടന്ന് കണ്ടിട്ടുള്ള ആളാണ്. നൗ ഗ്രൗണ്ടിങ് ആൻഡ് എർത്തിങ് ഈസ് എ ബയോ ഹാക്കിംഗ് ടെക്നിക്. അതിന്റെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ. അതിനുവേണ്ടി സമയമെടുത്ത് സ്ലോട്ട് ഉണ്ടാക്കി പോയി നടക്കുന്നു. ബട്ട് ഇറ്റ് വർക്ക്സ്. ഇപ്പോൾ ചില ആൾക്കാർ ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്നൊക്കെ പറയുന്ന കേസ് വരും, ഈ കൈ പിൻസ് ആൻഡ് നീഡ്സ്. അവർ പല ആൾക്കാരും ജസ്റ്റ് ഈ പറയുന്ന മണ്ണിലൂടെ നടന്നതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതായിട്ട് പറയുന്നുണ്ട്. ക്യൂർ എന്നുള്ളതല്ല, ദേ ഗെറ്റ് റിലീഫ്.
ചില ആൾക്കാർക്ക് സ്ലീപ്പ് ഡിപ്രവേഷൻ ഉള്ള ആൾക്കാർക്ക് ദേ ആർ സെയിങ് ദാറ്റ് ആഫ്റ്റർ ഡിന്നർ ദേ വാക്ക് ഓൺ ദി ഗ്രാസ് ലാൻഡ് ആൻഡ് ദേ ഗെറ്റ് റിസൾട്ട്സ്. അല്ല കുറച്ചുകൂടി ബെറ്റർ സ്ലീപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. വേണമെങ്കിൽ അതൊക്കെ പ്ലാസിബോ എന്നൊക്കെ പറയാം, പക്ഷേ പീപ്പിൾ ആർ ഗെറ്റിംഗ് റിസൾട്ട്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാത്തിനും നമ്മൾ റിസർച്ച് കൊണ്ട് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ. സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് എ വെരി എക്സ്പെൻസീവ് അഫെയർ? ചില ആൾക്കാർ ചോദിക്കുന്നതാണ്. അത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഐ കൻ സ്റ്റിൽ അഫോർഡ് എ ലോട്ട് ഓഫ് ഇറ്റ്. എന്നാൽ പോലും സംടൈംസ് ഐ ആം ലൈക്ക് കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സേവ് ചെയ്യാൻ പറ്റും, കാരണം ചെരുപ്പ് വാങ്ങണ്ട. ഞങ്ങൾക്ക് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ദാറ്റ്സ് നൗ ബ്രെത്ത് വർക്ക്, ബ്രീത്ത്, ദാറ്റ് ഈസ് ഓൾസോ ബയോ ഹാക്ക്. ലൈക്ക് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. When you are talking about stress, what exactly is happening is that your nervous system is in a slight disorder. അങ്ങനെയാണ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് എന്നൊക്കെ പറയും നമ്മൾ. അതായത് നമ്മൾ ആക്ടിവേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് പാർട്ട് ആക്ടിവേറ്റഡ് ആവും, റിലാക്സ് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് ആവും. നോർമലി നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ സിമ്പത്തറ്റിക്കും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക്കുമാണ്. നൗ ഇഫ് യു ക്യാൻ കോൺഷ്യസ്ലി സ്റ്റാർട്ട് ബ്രീത്തിങ്, കോൺഷ്യസ് ബ്രീത്തിങ്, like you are having the exhalation slower and longer, you can automatically activate your parasympathetic, which is less stress. Yeah, which you will get more and more relaxed. It will get more relaxed. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ, why not you just do that? Like in the sense, ഇപ്പോൾ ഒരു മിനിറ്റിൽ ഒരാൾ ഒരു 15 സൈക്കിൾസ് ഓഫ് ബ്രെത്ത് ഒക്കെ ആയിരിക്കും എടുക്കുന്നത് നോർമൽ. അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട്, സപ്പോസ് ബ്രീത്ത് ഇൻ ഫോർ 5 seconds, breathe out for 5 seconds, hold for 5 seconds. So that's again like 15. അപ്പോൾ ഒരു 4 സൈക്കിളേ കിട്ടത്തുള്ളൂ ഒരു എൻ്റയർ ഒരു മിനിറ്റിൽ. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ലോഞ്ചവിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്രെത്ത്സ് ആണെന്ന് പറയും. ദ മോർ നമ്പർ ഓഫ് ബ്രെത്ത്സ് യു ക്യാൻ ടേക്ക്, ദ മോർ യു ലിവ്. നിങ്ങളുടെ ലൈഫ് സ്പാനിൽ മൊത്തത്തിൽ എത്ര, അതായത് ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഒരു റിപ്പോസിറ്ററി തന്നിരിക്കുക, നിനക്ക് ഇത്ര 23 million whatever that many breaths you are got. ഓക്കെ, അത് വേണമെങ്കിൽ പെട്ടെന്ന് ശ്വസിച്ച് തീർക്കാം, അല്ലെങ്കിൽ പയ്യെ ശ്വസിക്കാം. പെട്ടെന്ന് പോകും. Can I be honest? It's my number one go-to tool. Because ഞാൻ ഈ ആന്റി ഏജിങ്ങിനെ കുറിച്ച് വായിച്ച് തുടങ്ങിയും പഠിച്ചു തുടങ്ങിയും ചേഞ്ച് വരുത്തണം ഞാൻ തന്നെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ബ്രെത്ത് വർക്ക്. ബിക്കോസ് ഏറ്റവും ആക്സസിബിൾ, ഫ്രീ ആണ്, എൻ്റെ സമയത്തിന് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. So I think that does make a difference. And I always seen that, പല ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ ഏജിങ്ങിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത് ഒന്ന് ഓഫ് കോഴ്സ് സ്ട്രെസ്, ആൻഡ് സ്ട്രെസ്സിൻ്റെക്കാളും കൂടുതലായിട്ട് വരുന്ന ഈ ഓവർ തിങ്കിങ്. യു ആർ നോട്ട് അവെയർ വാട്ട് യു ആർ തിങ്കിങ്. Your brain is continuously working. Random thoughts. റാൻഡമായിട്ട് മാത്രം അത് കണ്ടിന്യൂസ് വർക്ക്, ഉറങ്ങുന്ന സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ യു ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് യുവർ തോട്ട്സ്. ദീസ് ആർ ബേസിക് തിങ്സ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. Fermented food is found out to be a great biohacking tool. Oh. Yeah. Because it contains a lot of pre-probiotics. So like yogurt, Greek yogurt. Yogurt, idli, dosha. Oh, I love idli and dosha. You've made my day. So look at that. Oh, വേറെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ബയോഹാക്കർ സൗത്ത് ഇന്ത്യൻസ് ആണ്. ബിക്കോസ് അവർ ഫുഡ്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് ഓൾ കൈൻഡ് ഓഫ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഫെർമെന്റഡ്. ഇനി മലയാളത്തിൽ എന്താ, പുളിപ്പ് ഉണ്ടാവുന്നതായിരിക്കും പറയാം. ബാക്ടീരിയ ഗ്രോത്ത് ഉള്ള ബാക്ടീരിയൽ ഗ്രോത്ത്, വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ ഗട്ട്. കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് യുവർ ഗട്ട് ഈസ് ദി അൾട്ടിമേറ്റ് മാസ്റ്റർ. ഇറ്റ്സ് നോട്ട് യുവർ ബ്രെയിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗട്ടാന്നുള്ളതാണ്. നമ്മൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം സയൻസ് ഇത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടും ദേ ആർ ഡിസ്കവറിംഗ് സോ മെനി തിങ്സ് ദാറ്റ് വി ഹാവ് ടു കീപ് ചേഞ്ചിങ് അവர்സെൽവ്സ്. അഡാപ്ഷൻ, നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ജെനുവിൻ റെഗുലർ റുട്ടീൻ ബയോഹാക്സ് എന്നൊക്കെ പറയുന്നത്. Then if you want to go deeper, then you go decode your DNA. അതൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. Just take 2 ml. Yeah, that is what V-Roots does. One of the things. So 2 ml saliva, you decode your DNA. കാരണം എന്താ അതിനകത്തുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ, എന്താ പല ആൾക്കാരും ഇന്നും മനസ്സിലാക്കാത്തതെന്ന് ഞാൻ പറയാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജനനം, നമ്മുടെ ജീവൻ തുടങ്ങിയത് എവിടുന്നാന്ന് ചോദിച്ചാൽ, ഒരു സ്പെർമും ഒരു എഗ്ഗും കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ്. And it became something called the first cell called zygote. അത് മൾട്ടിപ്ലൈ ചെയ്താണ്. റൈറ്റ് നൗ യു ഹാവ് 20 or 30 trillion cells in your body. ആ ഒറ്റ സെല്ലാണ്. ആ സെല്ലിനകത്തുള്ളത് 23 ക്രോമസോം ഫ്രം യുവർ ഫാദർ, 23 ക്രോമസോം നിങ്ങളുടെ മദറിൻ്റെ. ഈ ക്രോമസോമിനകത്ത് എന്താ DNA ഉണ്ട്, അതിനകത്ത് DNA ഉണ്ട്. DNA ഈസ് മെയ്ഡ് ഓഫ് ജീൻസ്. ഈ ജീൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഫർമേഷനാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് വൺ സെൽ
അത് ആ സെല്ലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു രഞ്ജിനിയുടെ നോസിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവണം, ഹെയറിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവണം, സ്കിന്നിൻ്റെ ടോൺ എന്തായിരിക്കണം, എവറിത്തിങ്, ഹൗ ടോൾ യു ഷുഡ് ഗ്രോ, ഓൾ ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ എല്ലാം വന്നത് പേരൻസിൻ്റെ നിന്ന് വന്നതാണ്, അവർക്ക് കിട്ടിയ അവരുടെ പേരൻസിൻ്റെ നിന്നാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ വരുന്ന ഇൻഫർമേഷനിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ജീൻ വേരിയൻസ് ഉണ്ട്, ചില എററുകൾ. അതും വരും. ആ എററാണ് അസുഖങ്ങളായിട്ട് അവർക്ക് വന്നത്, അത് നമുക്ക് കിട്ടും. എന്ന് പറയാൻ നമുക്ക് അസുഖം ഉണ്ടെന്ന് നല്ല അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ജീൻ വേരിയൻ്റ് ഉണ്ട്, അതിനർത്ഥം ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നല്ല. പക്ഷേ ഐ ഹാവ് എ ഹയർ ലൈക്ലി ചാൻസ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമുക്ക് കണ്ടു. ഇറ്റ് ഹസ് കം, ഇറ്റ് ഈസ് ദെയർ, സ്ലീപ്പിംഗ് ദെയർ, ലെറ്റ് ഇറ്റ് സ്ലീപ്പ്, ഡോർമൻ്റ് ആയിട്ടിരിക്കട്ടെ. ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ദ ഡിസീസ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, നമുക്കിത് കണ്ടെത്താം. ഇപ്പോൾ ഒരു 2 ml സലൈവ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡീകോഡ്. ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ വി റൂട്ട്സിലാണെങ്കിൽ 275 ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നുണ്ട്. എനി കണ്ടീഷൻസ് ലൈക്ക് ക്യാൻസേഴ്സ്, ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്. ഞാൻ ഇപ്പോൾ വി റൂട്ട്സിൽ വരികയാണ്, ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാണ്, DNA ഡീകോഡിംഗ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടെൽ മീ 275 ഹെൽത്ത് കണ്ടീഷൻസിൽ ഏതിനൊക്കെയാണ് ഹൈ റിസ്ക് ഉള്ളത്. യെസ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി, യു ക്യാൻ സീ ദാറ്റ് ആഞ്ചലീന ജോളി, ഷീ വെന്റ് ത്രൂ ദിസ് പ്രോഗ്രാം ഇൻ ദ US, ഐ തിങ്ക് ഇൻ 2012. എന്നിട്ട് ആൾക്ക് ബ്രാക്ക ജീൻ എന്ന് പറയും, ലൈക്ക് ദ ബ്രസ്റ്റ് ക്യാൻസർ. സോ അത് ക്യാൻസർ വന്നിട്ടൊന്നുമല്ല, അതിന് മുമ്പ് തന്നെ ഷീ വെന്റ് ത്രൂ ബ്രസ്റ്റ് റിമൂവൽ and then reconstruction and all those stuff. So, I remember reading. Adana, that's it. So like that, if you know it in advance, you would be able to take the measures. Prevention. അതെ, ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്മെന്റ് അത് വന്നെന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ സപ്പോസ് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ജീൻ വേരിയൻ്റ് ഉണ്ട്. നൗ എൻ്റെ ഇൻട്രസ്റ്റ് അതറിയാനല്ല, അതറിഞ്ഞിട്ട് പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ അച്ഛനിലൊന്നുണ്ടായിരുന്നു. അച്ഛൻ 48ാമത്തെ വയസ്സിലാണ് അറ്റാക്ക് ഉണ്ടായത്. എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടായ ട്രിഗർ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. ആൻഡ് ഐ ഷുഡ് അവോയ്ഡ് ദാറ്റ് ട്രിഗർ, ഇല്ലേ? ഇതിന് നമ്മൾ പറയാ എപ്പിജെനറ്റിക് ട്രിഗർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജീനിന് പുറത്തുനിന്ന് എന്താണ് ജീനിനെ ട്രിഗർ ചെയ്തത്, അത് കോറിലേഷൻസ് കൂടിയാണ് നമ്മൾ നോക്കുക. കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ദിസ് കംപ്ലീറ്റ് റിപ്പോർട്ട് പ്ലസ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഹെൽത്ത് അസസ്മെന്റും കൂടെ ചെയ്യും. എന്നിട്ട് അവർ ടീം വിൽ കോറിലേറ്റ്. ഇപ്പോൾ എയും കൂടെ വന്നുകൊണ്ട് കോറിലേഷൻ കുറെ കൂടെ എളുപ്പമായി. Then we identify, in my case I'll tell you, easy ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, I have this gene variant for coronary artery disease. So I also carry another gene variant, വേറൊരു ജീൻ വേരിയൻ്റ് ഉണ്ട്, അത് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് ആണ്. അത് അതിന്റെ ലെവൽസിനെ ഹൈ ആക്കി നിർത്തുന്ന ഒരു ജീൻ എൻ്റെ ഉള്ളിലുണ്ട്. അത് ഹൈ ആക്കിയാൽ എന്താ പ്രശ്നം? മറ്റേത് ഓൺ ആവും, അതിലേക്കും കൂടെ വരും. There is a correlation between higher homocysteine ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. മനസ്സിലായി. Now, what is my recommendation? അതിനുശേഷം നമ്മൾ റിപ്പോർട്ടും തരും, അതിൻ്റെ കൂടെ റെക്കമെൻഡേഷൻ തരും. എൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് every 3 to 4 months ഞാനൊരു നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഹോമോസിസ്റ്റിൻ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം. Now, if it is above 15, then I am in a very high risk. എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അത് തിരിച്ചെങ്ങനെ, ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തത് 10. അപ്പോൾ കുഴപ്പമില്ല, വെരി ഗുഡ്, വെരി ഗുഡ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, see what is making my homocysteine gene up, അതാണ് ഇനി അറിയേണ്ടത്. In my case, genetically I have got deprivation of B9. മിഥൈൽ ഫോളേറ്റ് എന്ന് പറയും. ഫോളേറ്റ് എന്ന് പറയും, മിഥൈൽ അല്ല, ഫോളിക് ആസിഡ്. സോ അത് എനിക്ക് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവാണ്. ചില ആൾക്കാർക്ക് അത് B12 ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് B6 ആയിരിക്കും, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. സോ എൻ്റെ ഏതെങ്കിലും സമയത്ത് ഹോമോസിസ്റ്റീൻ ഹയർ ആവുന്ന കണ്ടു കഴിഞ്ഞാൽ ഐ ടേക്ക് മിഥൈൽ സപ്ലിമെന്റേഷൻ, മിഥൈൽ ഫോളേറ്റ് സപ്ലിമെന്റേഷൻ ഫോർ 1 week 2 weeks. പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാക്ക്. സോ ഇറ്റ്സ് സിമ്പിൾ. ഈ ഒരു കൊറോണറി ആർട്ടറി ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രേസ് ചെയ്ത് പോയി ടെസ്റ്റ് ചെയ്ത് ഇത് കണ്ടുപിടിച്ച് അതിനെ ട്രേസ് ചെയ്ത് ടെസ്റ്റ്, അപ്പോൾ ഓരോ സാധനം കണ്ടുപിടിച്ച് യു ഫൈനലി ഫൗണ്ട് എ സൊല്യൂഷൻ വിച്ച് ഇസ് വൺ vitamin deficiency. And all this findings happen in just one test. That is the first test. അത് നമുക്ക് അറിയാൻ പറ്റും. What is the trigger? What could be the trigger? And you block the trigger. അപ്പോൾ എങ്ങനെ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി ത്രൂ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇപ്പോൾ you are also into lot of activities. Now think about something like, some people carry a gene variant which is called as prolonged QT. Prolonged QT എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ECG എടുത്ത് നോക്കുമ്പോഴത്തേക്കും QT, PQRT എന്ന് കാണില്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലുള്ള, ഡിസീസ് ഒന്നും അല്ല, ഇറ്റ്സ് അങ്ങനെയുള്ള ജീനുള്ള ആൾക്കാരിൽ പ്രൊലോങ്ഡ് ആയിരിക്കും. നോ പ്രൊലോങ് QT ജീനുള്ള ആൾക്കാരിൽ ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ്
And if they get into things like HIIT or high endurance exercises like marathon, high interval, yeah, high intensity interval ആവാം, അല്ലെങ്കിൽ long duration ആവാം. ഈ കേസുകളിലൊക്കെ വി ആർ സീയിങ് ഹയർ ചാൻസസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ. ഓ, സോ ഇങ്ങനത്തെ ആൾക്കാർ ഇത് ചെയ്യരുത്. ഞാൻ ഒരിക്കൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, മാരത്തണൊക്കെ ഓടുമ്പോൾ നോക്കണം എന്ന് പറഞ്ഞിട്ട്. ആൾക്കാരെ കൂടെ എന്നെ തെറി വിളിച്ചതും ചിലർക്ക് ഇഷ്ടമല്ലോ കേൾക്കുന്നത്. ബട്ട് ദാറ്റ്സ് ഫാക്ട്. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് സൂറത്തിൽ നിന്ന്, ഈസ് എ മൾട്ടി ബില്യണയർ. ഹി വെന്റ് ത്രൂ ദിസ് പ്രോഗ്രാം. ആൾക്ക് ആളുടെ ടെസ്റ്റൊക്കെ നമുക്കറിയത്തില്ല, ആളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നും അറിയില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, ജനറ്റിക് കൗൺസിലേഴ്സ് ഉണ്ട്. ദേ ഗിവ് യു കൗൺസിലിംഗ്. ആ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറിൻ്റെ ജീൻ പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരത്തൺ സാർ ഓടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ പുള്ളി ചിരിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യമൊന്നുമില്ല, കാരണം ഞാൻ ഈ വർഷം മാരത്തൺ ഓടി തുടങ്ങി, 2 മാരത്തൺ കംപ്ലീറ്റ് ചെയ്തു. ഐ ഹവ് സെറ്റ് എ ടാർഗറ്റ് ഫോർ 100 മാരത്തൺസ്. വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ കൗൺസിലേഴ്സിന് ഇത് കൂടുതൽ പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യാവൂ. Just do a test before you run, അങ്ങനെയൊക്കെ അല്ലേ? എന്തെങ്കിലും ചെയ്യുക, കാരണം നമ്മുടെ ജനറ്റിക് പ്രൊഫൈൽ ഈസ് നോട്ട് അലൗവിങ് ഇറ്റ്. 2023 Delhi marathon he collapsed. Oh shoot. He collapsed and he was taken to Fortis hospital. അവിടെ കാർഡിയോളജിസ്റ്റിന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതായിരിക്കും. പുള്ളി he said, haven't you done this kind of something? നിങ്ങൾ ഇത്രയും കാശൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വി ഗിവ് എ ആപ്പ് ഓൾസോ. ദി ആപ്പ് ഹാസ് ഗോട്ട് എ ഹെൽത്ത് കോൺസിയർജ്. അപ്പോൾ ഒരു AI കോൺസിയർജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറയും. അപ്പോൾ ആളെടുത്ത് കാണിച്ചു കൊടുത്തു, റിപ്പോർട്ട് സേസ് ദിസ്. എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ വെച്ചാൽ, നമ്മുടെ ആശാൻ അപ്പോൾ പറഞ്ഞു, എനിക്കിതൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷേ ഐ ഹാവ് ടേക്കൻ എ ഡിസിഷൻ ടു റൺ മാരത്തൺസ്, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ ദ ഡോക്ടർ കോൾഡ് അസ് some or other, I don't know, maybe he is very academically oriented, but he was also connected to genetics some way. He said, is there a way? That he can run. Yeah. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് വി ഫൗണ്ട് സം കോറിലേഷൻ ദാറ്റ് ഈ ഒരു കേസ്, അതായത് പ്രൊളോങ് QT കേസസ് വരുന്ന കേസിൽ പ്രൊളോങ് QTയും അതേപോലെ തന്നെ സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ ഒക്കെ റിസ്ക് ഫാക്ടർ വരുന്ന മജോറിറ്റി ആൾക്കാരിലും മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറലിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിട്ട് കാണുന്നുണ്ട്. So we told the doctor that, maybe that this could be the reason. We don't know. It's your call. So then I think right now he is running marathon after taking magnesium IV. Oh, wow. Just before marathons, he doesn't, this is crazy. It brings me to another question, doctor, about supplementation, right? Supplements. Yeah. As you've told us that, your health issue could be related to this one supplement not being there. Magnesium is another one. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഇതൊക്കെ അടിക്കുന്ന സപ്ലിമെന്റ് ഒരാളാണ്. Why? Because I'm curious about it, right? So there are so many supplements ഇപ്പോൾ ഈ മാർക്കറ്റിൽ. ഞാൻ എന്ത് കഴിക്കണം എന്ന് I am so confused, because ചില സമയത്ത് blood reports every 6 months maybe we do a blood report. അതിൽ most of the time vitamin D ആയിരിക്കും, usual stuff that happens, K2 ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഒരാള് എന്ത് സപ്ലിമെന്റ് എടുക്കണം എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ഹൗ ഡു വി ഗോ അബൌട്ട് ദാറ്റ് പ്രോസസ്? പണ്ട് ഞാൻ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ് സെയിൽസിലായിരുന്നപ്പോൾ ആണെങ്കിൽ എല്ലായിടത്തോളം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഐഡിയൽ ക്ലയന്റ് ആണ് ഞാൻ. പക്ഷേ the moment I started realizing about your genetics, I feel some of the supplements are safe for anybody. For example, vitamin C you need, because human being cannot produce നമ്മുടെ ബോഡി vitamin C പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്കത് ഫുഡിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഫുഡിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും സിട്രസ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സപ്ലിമെന്റ് ഇറ്റ്. വൈറ്റമിൻ E most of the people are deficient. ഓക്കെ, മഗ്നീഷ്യം നമ്മൾ കണ്ടത് വെച്ചിട്ട് ഇതുവരെയുള്ള കേസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ we have done 24,000 plus cases till now. അതിലൊരു 83-84% people are genetically magnesium deprived. അവരുടെ ബ്ലഡ് വർക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ബ്ലഡ് വർക്ക് നോക്കി ചിലപ്പോൾ മഗ്നീഷ്യം കറക്റ്റും ആയിരിക്കും, പക്ഷേ ജനറ്റിക്കലി ദേ ഡോണ്ട് ഹാവ് ദി അബ്സോർപ്ഷൻ പവർ. ഈവൻ വി ഹാവ് ഡൺ അനദർ ഈ കേസിൽ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം ഞങ്ങളൊരു സ്റ്റഡി നടത്തി. ഒരു 500 സാമ്പിൾസ് എടുത്തു. ഈ 500 സാമ്പിൾസിൽ I think 87 or 88% of the people are highly at a high risk for type 2 diabetes. വലിയ അത്ഭുതമില്ല, കേരളത്തിൽ അറിയാവുന്നതാണ്. പക്ഷേ ഈ 87 or 88% ആ ആൾക്കാരിൽ 94% people magnesium deprived ആണ്. Okay, so magnesium is one of the, I think magnesium, but there are so many types of magnesium. It depends on what requirement you have. Citrate. ഇതൊക്കെ ഏതാണെങ്കിലും magnesium glycinate ആണെങ്കിലും magnesium citrate ആണെങ്കിലും ബോഡിക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ മഗ്നീഷ്യം തിരിയും, ഇപ്പുറത്ത് ഗ്ലൈസിൻ ആവും, ഇതാണെങ്കിൽ സിട്രിക് ആസിഡ് ആവും.
So glycine will help you to relax and sleep. ഉറക്കം. Citric acid will better for your gut. Basically magnesium citrate കുറച്ചുകൂടെ gut friendly ആണ്. Okay. മറ്റേതിനൊക്കെ കുറച്ചുകൂടെ soft ആണ്. You get complexes also now. Yeah. Mag 7. So that's not a problem. Omega 3 is a must supplement എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ നമ്മളിപ്പോ must haves എടുത്താൽ കുഴപ്പമില്ലാത്ത സപ്ലിമെന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Omega 3 is a must. And of course you need protein. നമുക്ക് എല്ലാവരും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ ഈക്വൽ ബോഡി വെയിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും എനിക്ക് അറിയില്ല. What is the right, because different ആയിട്ടുള്ള പേജസ് വായിക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് Depends on your activity. എന്റെ ബോഡി വെയിറ്റിന്റെ ഈക്വൽ എമൗണ്ട് ആണോ? ഒരു നോർമൽ ലൈഫ് ഒക്കെ ഉള്ളവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. 70 കിലോ ആണെങ്കിൽ 70 gram protein is safe. അവർ ആക്റ്റീവ് ആണെങ്കിൽ അത് കൂടണോ? Like if you are going and doing workouts, I think it is recommended going for 1.5. Okay, so ഒരു 100-120. One is pretty good. Okay. അതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാൻ കൗണ്ട് ചെയ്തിട്ടാണ് കഴിക്കണത്. ഒരു മുട്ട 5 gram ഒക്കെ ഉള്ളൂ, 5 gram. അപ്പം അതുകൊണ്ട് സപ്ലിമെന്റ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഡോക്ടർ. ആസ് ഒരു നോർമൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ കുറവായി കഴിച്ചിരുന്ന ഒരാൾ, എനിക്ക് അങ്ങനെ മീറ്റ്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ പ്രോട്ടീൻ കയറ്റാൻ വേണ്ടി ലൈക്ക് ഐ ഹാവ് ടു കോൺഷ്യസ്ലി ഈറ്റ്, ഐ ഈറ്റ് 3 full eggs, 2 egg whites, 115 gram ഓഫ് പ്രോട്ടീൻ, പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗർട്ട്, പിന്നെ നട്ട്സ്, ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത് അനുവദിക്കുന്നില്ല. സപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇപ്പൊ എപ്പോഴും ഇതൊക്കെ നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ sorry. So protein is a must, and definitely the quality of protein is very, very important. അത് പ്രോട്ടീൻ മാത്രമല്ല, ഏത് സപ്ലിമെന്റും ക്വാളിറ്റി. What has the best protein according to you? എൻ്റെ ഒപ്പീനിയനിൽ whey protein isolate ആണ് the best, because that's the best absorption, full spectrum amino acids you are getting. And is it okay to have that protein supplement? Because ഈ supplements എടുക്കുന്നതിനെ കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, ഈ additional extra proteins. കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർ എന്തായാലും ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് എന്ത് സപ്ലിമെന്റും എടുക്കാവുള്ളൂ. കാരണം വി റിയലി ഡോണ്ട് നോ ഹൗ യുവർ കിഡ്നി ഈസ് ഗോയിങ് ടു വർക്ക് ഓൺ ദിസ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ലിവർ പ്രോബ്ലം ഉള്ള ആൾക്കാർ എന്ത് സപ്ലിമെന്റ് എടുക്കുമ്പോഴും യു ഹാവ് ടു കൺസൾട്ട് വിത്ത് ഡോക്ടർ. അതർവൈസ് ഇറ്റ്സ് സേഫ്. പിന്നെ സപ്ലിമെന്റിൽ എപ്പോഴും ഞാൻ പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, പ്രൈസ് നോക്കി എടുക്കരുത്. കാരണം ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ് ആർ കോൺസെൻട്രേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയണം അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ള അറിയണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സ്റ്റഡീസൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പം ഈ പ്രോട്ടീനിനെ കുറിച്ച് തന്നെ ഒരു സിറ്റിസൺസ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഡോക്ടർ എബി ഒക്കെ കൂടെ ചേർന്ന് ചേരുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ കുറേ ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. സോ ദേ ആർ റേറ്റിംഗ് ദ പ്രോട്ടീൻ ആൻഡ് സപ്ലിമെന്റ്സ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി, ഹെവി മെറ്റൽസ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് റാദർ സേ ആസ് സപ്ലിമെന്റ്സ്. Okay, so I wanted to ask you, in personal interest ഉള്ള question ആണ്, especially because we're talking about anti-aging, we're talking about reversal of this, about supplements like NMN, transvesterol, resveratrol, quercetin. ഇങ്ങനത്തെ ഒരു ഫുൾ മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. What is your opinion coming from ഈ ഒരു background? They all work, especially post 40s. I believe they all work very well. You do. കാരണം എന്താ വെച്ചാൽ ഈ NMN എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ ഈ NMN നമ്മുടെ ബോഡിക്കകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് കൺവേർട്ട്സ് ഇൻ ടു NAD. ഇപ്പോൾ NAD ഒരു എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ മോളിക്യൂളാണ്. ഓക്കെ. അപ്പോൾ പല ആൾക്കാർക്ക് അതിൻ്റെ ഫങ്ഷൻ പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. NAD ഒരു നമ്മുടെ സെല്ലുലാർ ലെവലിലുള്ള മിക്ക വർക്കിൻ്റെയും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു മോളിക്യൂളാണ്. അപ്പം NAD ലെവൽസ് നാച്ചുറലായിട്ട് തന്നെ പോസ്റ്റ് 40 അല്ല പോസ്റ്റ് 50 എന്നാണ് അവർ പറയാറുള്ളത്. ഇപ്പോൾ ഒക്കെ പോസ്റ്റ് 30 തന്നെ സംഭവിക്കുന്നത്. യുവർ ലെവൽ വിൽ ഡ്രോപ്പ്. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയില്ലേ നമ്മുടെ മനസ്സെത്തുന്നത് ശരീരം എത്തില്ല എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് വെയർ ദി ഇഷ്യൂ. സി, ഇപ്പോൾ നമ്മൾ നേരത്തെ ജെനറ്റിക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളുടെ ഒരു സെല്ലിൽ നിന്നാണ് ഈ 10, 20, 30 ട്രില്യൺ സെല്ലുകൾ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ സെല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പഴയ സെല്ലുകൾ ചാവുന്നു എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. സെനസെൻ്റ് ആവുന്നു എന്ന് പറയുക. സോംബി സെൽസ് എന്നൊക്കെ പറയും. എനക്കൊന്നുമില്ല, അതെ, ജോലിയൊന്നും ചെയ്യാതെ നടക്കില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു സെല്ല്, സെയിം സെല്ലിൽ എല്ലാ ജീനും ഉണ്ടായിരുന്നു. അതാണല്ലോ എല്ലാ സെല്ലിലും എല്ലാ ജീനും ഉണ്ട്. ദെൻ ബട്ട് എവറി സെൽ ഹാസ് ഗോട്ട് എ ഡിഫറെൻറ്റ് ഫങ്ഷൻ അല്ലേ. നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലിൻ്റെ ജോലിയല്ലോ റെറ്റിനക്കകത്തുള്ള സെല്ലിൻ്റെ ഉള്ളത്. സ്കിന്നിൻ്റെ സെല്ലിൻ്റെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇലാസ്റ്റിസിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതെങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇലാസ്റ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജീൻ ഇപ്പോൾ സ്കിൻ സെൽസിൽ ഓണായിരിക്കും. നൗ അതൊരു ഇൻഫർമേഷൻ ആണല്ലോ, ഒരു കോഡാന്ന് വെച്ചോളൂ, ഒരു ഇൻഫർമേഷനാണ്. നൗ ദർ ഈസ് അനദർ മോളിക്യൂൾ വിച്ച് കംസ് ഇൻ വിച്ച് ഇസ് കോൾഡ് RNA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കും. ഈ ഇൻഫർമേഷൻ, ഞാൻ വളരെ ലേമാൻ ലാംഗ്വേജ് പറഞ്ഞു,
ഇതിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് ടിഷ്യൂസ്. Okay. അപ്പൊ ഈ ടിഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് അതിനൊക്കെ ഇലാസ്റ്റിക് ആയിരിക്കും, ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. Oh. നൗ ഈ കമ്മ്യൂണിക്കേഷനിൽ എവിടെയെങ്കിലും എറർ വന്നാൽ പിന്നെ വരുന്ന ഓരോ സൈക്കിളിലും ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. നൗ യു ക്യാൻ സീ ദാറ്റ് യുവർ ഈ NADയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുകയാണ്. NAD has so much of importance. So the moment you start taking NMN, it helps you in enhancing your NAD level. അതിന് NMN കഴിച്ചുകൊണ്ട് മാത്രമല്ല, കുറച്ച് ബോഡി മൂവ്മെന്റ് വേണം. പിന്നെ NAD nowadays people are taking by IV ഉണ്ട്. IV നമ്മുടെ V-Roots ചെയ്യുന്നുണ്ട്. People are coming and taking IV. That's on a safer dose, always under the supervision of a medical doctor who knows about it. ഒരു എസ്തെറ്റിക് സെന്ററിൽ പോയിട്ട് NAD ഒന്നും എനിക്കറിയില്ല അവർ കൊടുക്കുന്നുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ it should be under the supervision of a medical doctor. Yeah, this all works. Resveratrol is a very powerful antioxidant. നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓക്സിഡേഷൻ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ ആവില്ലേ, വിച്ച് ഓക്സിഡേഷൻ, വിച്ച് ഇസ് വേർ ഓക്സിജൻ ഏത് സർഫസിനും നശിപ്പിച്ച് കളയും. ഓക്സിജൻ നല്ല ആളാണെങ്കിലും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണല്ലോ. സോ എവറി സെക്കൻഡ് വി ആർ ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ we are getting glycated now. Every single second we are getting glycated. അപ്പോൾ അതിന് കുറേയൊക്കെ അതിനെ കുറേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ആൻറ്റി ഓക്സിഡൻറ്റ്. വൈറ്റമിൻ ഇ ഈസ് എ വെരി പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്. സ്കിന്നൊക്കെ ഏറ്റവും വൈറ്റമിൻ ഇക്ക് വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. റെസ്വെറട്രോൾ ഈസ് അനദർ മോളിക്യൂൾ. കോഫിക്കകത്തുള്ള പോളിഫിനോൾ is a very powerful antioxidant. Yeah, polyphenol is fantastic antioxidant. Okay, good. Curcumin അകത്തുള്ള antioxidant. You're a big advocate of curcumin. Yeah, absolutely. ഞാൻ അഡ്വക്കേറ്റ് ആവേണ്ട ആവശ്യമില്ല. പണ്ട് കാലം മുതൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞളിടാത്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഈ എന്താ ലൊട്ടിലൊടുക്ക് കിച്ചൺ ആക്സസറി, കിച്ചൺ സാമഗ്രികൾ, വാട്ട് ആർ സം ഓഫ് യുവർ ടോപ്പ് that we should use regularly? I think the most important thing is അവോയ്ഡ് ചെയ്യേണ്ട ഒന്ന് രണ്ടെണ്ണം പറയാമല്ലോ, അതല്ലേ നല്ലത്. ഈസിയർ. മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഈസ് ദ സൺഫ്ലവർ ഓയിൽ. ഇസ് എ കില്ലർ. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഡിസീസസ്, നമ്മുടെ മിക്ക ഡിസീസുകളുടെ റൂട്ട് കോസ് അങ്ങനെയാണ് വരിക. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ക്രിറ്റിസിസം വരാറുള്ളൊരു കാര്യമാണ്. ഞാനൊരു ഇൻഡസ്ട്രിക്ക് എഗനിസ്റ്റ് പറയുന്നതല്ല, പക്ഷേ ദാറ്റ്സ് എ ഫാക്ട്. ഞാൻ വേണമെങ്കിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട്സ് കാണിച്ചു കൊടുക്കാം. As I told you, 24,000 plus cases നമ്മൾ ചെയ്തിട്ടുണ്ട് ജനറ്റിക്സ് മാത്രം. We see that at least about 50 or 60% of the people have gene variants which is working against PUFA. PUFA എന്ന് പറഞ്ഞാൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് സീഡ് ഓയിലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സീഡ് ഓയിൽ എല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ യു ഹാവ് ഗോട്ട് ബ്യൂട്ടിഫുൾ കോക്കനട്ട് ഓയിൽ ഔട്ട് ഹിയർ. ഒലിവ് ഓയിൽ ആണെങ്കിൽ കുറച്ച് ഓക്കെ, കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. The best thing what you can have, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, യൂസ് കോക്കനട്ട് ഓയിൽ ഫോർ എനി കുക്കിംഗ് ഓർ ഗീ. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടുമല്ലോ, കോൾഡ് പ്രസ്ഡ്. യു ക്യാൻ സ്പ്രിങ്കിൾ ഇറ്റ് ഓൺ എനിത്തിങ്, വെജിറ്റബിൾസിലോ അല്ലെങ്കിൽ അവിയലിലോ ഒക്കെ ഇട്ട് ഇറ്റ് എൻഹാൻസസ് ടേസ്റ്റ് ഓൾസോ. സോ ഇതാണ് അതിന് പകരം നമ്മൾ ചീപ്പർ ഓപ്ഷൻസ്, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ പോയി കഴിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യം അതാണ്. അല്ലാതെ പൊറോട്ടയാണോ പ്രശ്നം എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഞാൻ കരുതുന്ന പൊറോട്ടയേക്കാൾ പ്രശ്നക്കാരൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലാണ്. ഈവൻ ഫ്രൈഡ് ഐറ്റംസ്, മോസ്റ്റ് ഓഫ് ദിസ് തിങ്സ് നമുക്ക് എനിക്കിഷ്ടമാണ് വടയും പഴംപൊരിയൊക്കെ കഴിക്കാനായിട്ട്. പക്ഷേ ഞാൻ പലപ്പോഴും അതെ പുറത്ത് പോയി കഴിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ഇവിടെ ഉണ്ട്, ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ, പലരുണ്ട്. ഇറ്റ്സ് ദേർ. സോ ഐ തിങ്ക് സം പീപ്പിൾ ആർ പ്രെറ്റി കോൺഷ്യസ്. ദാറ്റ്സ് ഗുഡ്. പിന്നെ വാട്ട് ഐ ഹാവ് സീൻ ഈസ് ദാറ്റ് ടർമറിക് ആൻഡ് കുർക്കുമിൻ. ടർമറിക് to avoid, we were saying. Yeah, mainly oil. നമ്മൾ ബേസിക്കലി കുക്കിങ്ങിന്റെ മുഴുവൻ ബേസ് ഫണ്ടമെന്റൽ ഇരിക്കുന്നത് ഇതിനകത്തല്ലേ. ദെൻ ഷുഗർ, ഐ ഡോണ്ട് സീ ദാറ്റ് ഷുഗർ ഈസ് എൻ എനിമി. ഏതും എക്സസ് ആയാൽ എനിമി ആണല്ലോ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഷുഗർ ഇൻ എ മോഡറേറ്റ് ലെവൽ ഈസ് നോട്ട് ഗോയിങ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ്. ഐ ബിലീവ് ഷുഗർ ഈസ് എൻ എസെൻഷ്യൽ തിങ് ഫോർ യുവർ ബ്രെയിൻ. ഇൻഫാക്ട് ഹാപ്പി ഹോർമോൺസ്. മാത്രമല്ല ഗ്ലൂക്കോസ് നമുക്ക് വളരെ ആവശ്യമാണല്ലോ. ഈ ബ്രെയിൻ ഫംഗ്ഷൻ ഏറ്റവും ഈസി ആയിട്ടാണ് ഗ്ലൂക്കോസ് കിട്ടുമ്പോഴാണ്. എന്ന് വെച്ചിട്ട് ഷുഗർ വാരി തിന്നാന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇന്ന് ഞാൻ കാണുന്ന എവിടെ ചെന്നാലും ഷുഗറിനെതിരെ വലിയൊരു ലോബിങ് നടക്കും. ഞാൻ ഷുഗർ ഇൻഡസ്ട്രി വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. So as long as you are enjoying a bit of sweetness, it's not going to harm you. ഞാൻ ഷുഗർ കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അമിതമായിട്ട് ഉപയോഗിക്കുക, എനിക്ക് അമിതമായിട്ടുള്ള മധുരം ഇഷ്ടവുമല്ല.
But I think there are enough science to prove that glucose is a very good fuel. I mean, it's okay if you have one coffee or one tea in a day, but don't have 20. Yeah. പിന്നെ എപ്പോൾ ഇത് കഴിക്കുന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് രഞ്ജിനി. ബിക്കോസ് സൺസെറ്റിന് ശേഷം ഇതെല്ലാം പ്രശ്നക്കാരാണ്. Okay. Because the moment your sun sets, that means your melatonin എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന ഹോർമോൺ ഉണരും. ഈ മെലറ്റോണിൻ സെക്രീഷൻ കൂടുന്നതനുസരിച്ച് പാൻക്രിയാസിൻ്റെ ഫങ്ഷൻസ് കുറയും എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. Now the moment the pancreatic functions are low down and the night you are having gulab jamun, you may not get that kind of insulin to hit it. അതിനെ പുഷ് ചെയ്ത് സെല്ലിൽ കയറ്റണമല്ലോ. അപ്പോൾ automatically you will have a circulating glucose throughout the night. So it's always better രാത്രിയിലെ ഭക്ഷണം. ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ പറയുന്നതാണ്, മൈ ഡേ സ്റ്റാർട്ട്സ് അറ്റ് 6 PM. മൈ ഡേ അല്ല, മൈ 24 hours സ്റ്റാർട്ട്സ് അറ്റ് 6 PM. കാരണം ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ നാളെ ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം നമ്മൾ ഗൂഫപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോൺ, ടുമോറോ ഇറ്റ്സ് ഗോൺ. പണ്ടൊക്കെ പോയില്ലായിരുന്നു, ഇപ്പൊ ഫുൾ പണ്ടൊക്കെ സോ മച്ച് ഈസിയർ. 40 വയസ്സിലെ നാളത്തെ കുറിച്ച് ഇന്ന് ആലോചിച്ചാലേ നാളത്തെ ഫംഗ്ഷനാലിറ്റി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഐ ഫീൽ ഇറ്റ്, ഐ നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. and be very conscious about your gut. കാരണം നമ്മൾ കാണുന്ന ഇപ്പോൾ നമ്മൾ ജെനറ്റിക്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ലാസ്റ്റ് ഒരു 6 months 9 months ആയിട്ടുള്ളൂ ഞങ്ങൾ വി സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് മൈക്രോബയോം ടെസ്റ്റിംഗ്. അപ്പോഴാണ് വി സ്റ്റാർട്ടഡ് സീയിങ് സംതിങ് അമേസിങ്, ലൈക്ക് ഇൻ ദ സെൻസ് ഇത്രയും ഗട്ട്, ഞാൻ എപ്പോഴും എല്ലായിടത്തും സെഷനൊക്കെ പറയാറുണ്ട് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പറയും. പക്ഷേ ഗട്ട് ഇത്രമാത്രം വലിയൊരു പ്രശ്നക്കാരനാണെന്നും അല്ലെങ്കിൽ ഇത്രയും വലിയ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങി റിയൽ ടൈം. ബിക്കോസ് ഇൻ ദ ബുക്ക് ഓൾസോ ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ എ വെരി സ്ട്രോങ് വേ. But real time. What is this? What did you see? See, basically, നമ്മുടെ ബോഡിയിൽ ഒരു 30 trillion cells ഉണ്ട് നമ്മുടെ ബോഡിയിൽ. Your gut has got close to about total നിങ്ങളുടെ ബോഡി ഒരു 100 trillion bacteria. Gut എന്ന് പറയുമ്പോൾ this is your intestines, like നമ്മുടെ entire system, like starting from stomach, small intestine, large intestine. അതാണ് gut. അതെ. ഈ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എളുപ്പത്തിൽ പറയാം. ഇപ്പോഴും ആൾക്കാർ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ് ഇവിടെ താഴെ കൈ വെക്കാറുള്ളത്. സ്റ്റൊമക്ക് ഈസ് ജസ്റ്റ് ബിലോ യുവർ ഹാർട്ട്. അപ്പം ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കിനകത്തുനിന്ന് ആസിഡൊക്കെ ഉണ്ട്. ആസിഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വന്ന് ന്യൂട്രിയൻ്റൊക്കെ അബ്സോർബ് ചെയ്ത് ദെൻ ഇറ്റ് ഗോസ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഈ ബാക്ടീരിയ മുഴുവൻ ജീവിക്കുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 10-50 trillion ബാക്ടീരിയ നമ്മുടെ ഗട്ടിനകത്തുണ്ട്. എന്ന് വെച്ചാൽ they are more than our cells. That's why we say that you are more of your bacteria than you. അപ്പോൾ ഇത് വില്ലന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. So we have no idea what kind of bacteria is living inside our gut. അപ്പോൾ ഇത് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, so 2 things. One, do you have any kind of bad strains living there? Number 1. Number 2, നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്ന കുറേ ബാക്ടീരിയാസ് ഉണ്ട്. ഇവർ ചെയ്യുന്ന കുറേ ജോലിയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എളുപ്പത്തിന് ഞാൻ പറയാം, നമ്മളൊക്കെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണല്ലോ ഹാപ്പിനെസ് കെമിക്കൽ സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ്റെ ഒരു 90-94% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടിലാന്ന് പറയപ്പെടുന്നു. ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അമിനോ ആസിഡ് ഉണ്ട്, L-tryptophan എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിൽ നിന്നാണ് ഈ സെറട്ടോണിൻ ഉണ്ടാക്കുന്നത്. ഈ L-tryptophan നമുക്ക് കിട്ടുന്നത് മുട്ട, ഡയറി പ്രോഡക്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്. അതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റിന് ഹാപ്പിനെസ് ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് L-tryptophan കിട്ടും. പക്ഷേ ഈ എൻ്റെ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ബാക്ടീരിയ ഉണ്ട്. സപ്പോസ് ഇഫ് ദോസ് ബാക്ടീരിയ ആർ മിസ്സിങ്, ദേ ആർ മിസ്സിങ് ഇൻ യുവർ ഗട്ട്, ഇതൊക്കെ കഴിച്ചാലും ഹാപ്പിനെസ് കിട്ടൂല. അപ്പോൾ ഇതുപോലാണ് ഓരോന്നും നമ്മുടെ ഓരോ ഹോർമോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് there are lots of things like ഈ ബാക്ടീരിയ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ ഫൈബർ ആയിട്ടുള്ള സാധനമാണല്ലോ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെല്ലുള്ളൂ. അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ദേ സെക്രീറ്റ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും, ബ്യൂട്ടറൈറ്റ്സ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ബ്രെയിനിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതുകൊണ്ടാണ് അത് ഇവിടത്തേക്ക്. ജസ്റ്റ് ഇമാജിൻ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് സ്പീഷീസ് ഇൻ യുവർ ഗട്ട്, യു ആർ ഗോൺ. ഇപ്പോൾ ഡിപ്രഷൻ, ലൈക്ക് even people like getting mental health, everything related to mental health, autoimmune disease, everything now medical science is tracing back to the gut. That's crazy. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു മൈക്രോബയോം ടെസ്റ്റിംഗ് ഉണ്ട്. യു ജസ്റ്റ് ടേക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ദ പൂപ്പ്. അതിൻ്റെ ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് കിറ്റാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എൻറ്റയർ മൈക്രോബയോം, നമ്മുടെ എൻറ്റയർ ബയോട്ട, ഗട്ട് ഹിസ്റ്ററി അല്ല, എൻറ്റയർ സ്പീഷീസ് ഏതൊക്കെയാണ് നമ്മുടെ ഉള്ളത്, ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല, മോഹൻ, സുരേഷ്, രമേശ്, എസെൻഷ്യൽ ആയിട്ടുള്ളതിൽ ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ,
ഞങ്ങൾ കണ്ടിട്ടുള്ള കേസസിൽ ഒരു what our doctors are saying is 80% of the people are missing out on almost 70 to 80% of the strains which are essential. Okay, which brings me to the next question. How can we change that? Number one, പണ്ട് കാലത്തൊക്കെ ആൾക്കാരുടെ ഗട്ടിൽ 10-100 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ടായിരുന്ന പറയുക ബിക്കോസ് ദേ യൂസ് ടു ഹാവ് വെറൈറ്റി ഓഫ് ഫുഡ്സ്, പലതരത്തിലുള്ള വെജിറ്റബിൾ, പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, അങ്ങനെയാ പോവുക. ഇന്നതൊക്കെ പോയിട്ട് നമ്മൾ ഒരു KFC മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി പോയില്ലേ. അപ്പോൾ സംഭവിക്കുന്നത് സ്ട്രെയിൻസ് ഹവ് ഗോൺ ഡൗൺ. സോ ദ വേ യു ക്യാൻ ഡു ഇറ്റ് ഈസ് ബ്രിങ്ങിങ് ഇൻ മോർ വെറൈറ്റി ഇൻ ടു ദ ഫുഡ്. കൂടുതൽ വെജിറ്റബിൾസ്, കൂടുതൽ ഫ്രൂട്ട്സ്, അങ്ങനെ വെറൈറ്റി ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്പർ വൺ. നമ്പർ ടു, അതിനൊക്കെ സമയവും കാലമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് മൈക്രോബയോംസ്. വാട്ട് വി ആർ ഡൂയിങ് ദെയർ, ഇപ്പോൾ സപ്പോസ് യു ഗോ ത്രൂ ദ പ്രോഗ്രാം ആൻഡ് യു ഫൈൻഡ് ദാറ്റ് നിങ്ങളുടെ ഗട്ടിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറേ സ്പീഷീസ് ഇല്ല എന്നിരിക്കട്ടെ. സോ വി ഹാവ് എ ടെക്നോളജി പാർട്ട്ണർ ഈസ് എ മാനുഫാക്ചറർ. അവർ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അതേ മാനുഫാക്ചർ ദി ക്യാപ്സ്യൂൾസ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ട് ആ സ്പീഷീസിനെ മാത്രം ക്യാപ്സുലേറ്റ് ചെയ്യും. Yeah, and give it to you in your name. It will be Ranjini എന്ന് പറഞ്ഞുള്ള പേര്. It's absolute personalization. Wow. And in 3 months time we see amazing difference. Amazing എന്ന് പറഞ്ഞാൽ Ranjini, I can tell you, I'm getting goosebumps, dog. There are people who can vouch for it. There are so many people who can vouch for it. Like things like, you know, people thought they were depressed. അവരിത് ഒരു 3 months കഴിയുമ്പോഴത്തേക്കും they are becoming normal. I'm not making a medical claim, but at the same time this is happening right in front of our eyes. And it's magical, alle? Yeah, IBS in the acute cases ഒന്നും ആയിരിക്കത്തില്ല. IBS ഭയങ്കര common ആണ് actually. IBS ഒക്കെ വളരെ common ആണ്. Bloating, blurping എന്നൊക്കെ പറഞ്ഞ്. With age it starts also, I have to say. Maybe a microbiota മാറുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. So this is something which we are seeing amazing results with people. And chronic diseases, വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ഡിസീസുകൾ ഉണ്ടാവും. അവർക്ക് പലർക്കും, you know, they are seeing relief and some people are coming out of it. What about for autoimmune kind of diseases? Autoimmune കൂടുതലും ഗട്ടിൽ നിന്നാണ് വരുന്നത്. കാരണം ഈ ലീക്കി ഗട്ടിൽ നിന്നാണ് ഓട്ടോഇമ്യൂണിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുക. ലീക്കി ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗട്ട് ലൈനിങ്, അവിടെ ഒരു ക്രാക്ക് വീഴുന്നു, അതിനകത്തൂടെ ആവശ്യമില്ലാത്ത ഫോറിൻ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നു. അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗട്ടിൻ ലൈനിങ്ങിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു നമ്മളുടെ എൻ്റയർ യുനോ ദി kind of army immune cells ഉണ്ടല്ലോ, ഒരു 60% of the immune cells are deployed in your gut. അതെ. അപ്പോൾ ഇവരപ്പം തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യും. കാരണം they thought that it's a kind of enemy. അത് പിന്നെ അങ്ങ് ഫ്ലെയർ അപ്പ് ചെയ്തിട്ട് യുവർ എൻ്റെ ബോഡി വിൽ ബി ഇൻഫ്ലമേറ്റഡ്. അത് കണ്ടിന്യൂസ് ക്രോണിക് ഇൻഫ്ലമേഷനിലേക്ക് പോകും. ഞാൻ സാധാരണ പറയാറുണ്ട് സിമ്പിൾ ടെസ്റ്റ് വെദർ യുവർ ഇൻഫ്ലമേഷൻ. ചില ആൾക്കാർ എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയാം. നിങ്ങൾ റിങ് ഉപയോഗിക്കുന്ന ആളെ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് റിങ് ഒന്ന് ഊരി നോക്കിയാൽ മതി. ഇഫ് ഇറ്റ് ഈസ് ടൈറ്റ് ദർ ഇസ് ഇൻഫ്ലമേഷൻ. Majority of the people have got that problem. And chronic inflammation is not a simple thing. ചുമ്മാ വിടരുത്. അത് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന ഒക്കെ നോർമലാണ്, ഓക്കെ ആണെന്നൊക്കെ പറയും. ബട്ട് ഇറ്റ് ഈസ് killing you every single second. Wow. Chronic inflammation. So, you know when doctor ഇത് പറയുമ്പോൾ ഞാൻ, like I said, എനിക്കിതൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. I think this is where the future is heading, or it's already there. But I'm sure medical practitioners have a lot to say about the things you say against it. അപ്പം കുറേ എന്താ പറയുക, how do I say this, അവർക്കൊക്കെ ഇതൊക്കെ സൂഡോ സയൻസ് ആണ് എന്ന് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ടോ? Like in terms of like ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഞാൻ സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ദിസ് ഇസ് സയൻസ്, പ്യുവർ സയൻസ്. ഡോക്ടേഴ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, മെഡിക്കൽ ഡോക്ടേഴ്സ് നോക്കിയാൽ ദേ ആർ ബിസി ഡീലിംഗ് വിത്ത് ഡിസീസസ്. ഒരു പ്രിവെൻറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർ പലർക്കും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കിവിടെ കൊച്ചിയിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള നമ്മളുടെ ടോപ്പ് ഹോസ്പിറ്റൽസൊക്കെ ആയിട്ട് നമുക്ക് ടൈപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫോർ ദം ദ ജെനറ്റിക്സും അതേപോലെ നമ്മളുടെ മൈക്രോബയോം അതേപോലെ നമ്മുടെ ബയോ ഹാക്കിംഗ് ടെക്നിക്സും ഒക്കെ അവർ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ടില്ലായിരുന്നു കേട്ടോ, അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ല, അവർ ഇപ്പോഴാണ്. ഞങ്ങൾ 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് വി അപ്രോച്ച് മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഔട്ട് ഹിയർ ഇൻ കൊച്ചിൻ. എല്ലാവരും ഓടിച്ചാണ്. ഇപ്പോൾ റൈറ്റ് നൗ ഔട്ട് ഓഫ് വിച്ച് സം ഓഫ് ദി ടോപ്പ് ഹോസ്പിറ്റൽസ് ആർ ഓൾറെഡി സൈൻഡ് MOUs with us. Oh, lovely. But that shows that things are changing. See, medical doctors-നാണെങ്കിലും they also want to give solutions to the people, ഇല്ലേ? അപ്പോൾ അവർക്ക് പ്യുവർ പ്രിവെൻറ്റീവ് ലെവലിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. ബിക്കോസ് they are
നമ്മളിപ്പോൾ പലപ്പോഴും ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചും മെഡിക്കൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പലതും പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ടത്, നമ്മൾ യു എസിലോ അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്തോ ഒരു ദിവസം 3-4 കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഡോക്ടർ 100-200 പേരെയൊക്കെ കൺസൾട്ട്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദർ അറ്റൻഷൻ ഓൾസോ. ഞാനിപ്പോൾ പോയിട്ട് പറയുകയാണ് ജെനോമിക് എൻ്റെ സജീവ ചുമ്മാ ഇരിക്കുക, ഇവിടെ മറ്റുള്ളവരെ നോക്കാൻ തന്നെ നേരമില്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് റിയാലിറ്റി. പക്ഷേ തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പോൾ ഞങ്ങളുടെ വി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടർ, യങ് ഡോക്ടർ, ഹിസ് ഫാമിലി എല്ലാവരും ഡോക്ടേഴ്സാണ്, വളരെ അറിയപ്പെടുന്ന ഡോക്ടേഴ്സാണ്. ബട്ട് ഹി ചോസ് ടു, പുള്ളിയുടെ MBBS കഴിഞ്ഞിട്ട് ഹി വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ഫങ്ഷൻ മെഡിസിൻ, ഈ ഒരു ട്രാക്കിൽ പോകണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി വെരി എൻകറേജിങ് തിങ്. ഞങ്ങളെപ്പോലെ മെഡിക്കൽ ഡോക്ടർ അല്ലാത്ത ആൾക്കാർ കേട്ട് വായിട്ട് അലച്ചിട്ട് കുറേ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Some result to all the noise, അല്ലേ? There is also a huge talk, controversial ആവാം, where they talk about ഇങ്ങനെ ബയോഹാക്കിങ്ങും ആൻറ്റി ഏജിങ് റിസർച്ചും AI-യും ടെക്നോളജിയൊക്കെ പോവുകയാണെങ്കിൽ will death become an option at some point? അങ്ങനെ ഒരു ബുക്ക് തന്നെയുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ ഡെത്ത് ഓഫ് ഡെത്ത്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ 2 നോബൽ പ്രൈസ് ലോറേറ്റ്സ്, ജോസ് കോഡിയാരോ, ഡേവിഡ് വുഡ് എന്ന് പറഞ്ഞിട്ടാണ്. ബുക്ക് പറയുന്നത് by 2045 ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ. Explain it to us, please, when you say it becomes an optional. See, അവർ പറയുന്ന പോയിന്റ് ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ്. അതായത് യു ഗോ ത്രൂ എ ജനറ്റിക് ടെസ്റ്റിംഗ്. ഓക്കെ, ആ ജനറ്റിക് ടെസ്റ്റിംഗിൽ യു ആർ ഗെറ്റിംഗ് ടു നോ അബൌട്ട് യുവർ റിസ്ക് ഫാക്ടേഴ്സ്. ഏതൊക്കെ ഡിസീസുകൾക്കാണ് ഹയർ റിസ്ക് ഉള്ളതെന്ന് അറിഞ്ഞു. ആ റിസ്ക് ഫാക്ടേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിഗേഴ്സിനെ ബ്ലോക്ക് ചെയ്യാവുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ യു ഹാവ് എ ഹയർ ലൈക്ലി ചാൻസ് ഓഫ് നോട്ട് ഗെറ്റിംഗ് ദോസ് ഡിസീസസ്. സോ ദാറ്റ് മീൻസ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആക്സിഡൻറ്റും ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഫോർ യു ക്യാൻ ലീവ് ഫോർ എ ലോങ്കർ ലൈഫ്. സോ ദെയർ യു ക്യാൻ സേ ദാറ്റ് ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ. ഇപ്പോൾ ഈ ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് വന്ന സമയത്ത് WHO നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യുനോ, at that point there were a lot of people who were criticizing it. What is the use of it? അപ്പോൾ WHO പറഞ്ഞത് this is helping people to take an informed choice. വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കും. And having a choice is good. Yeah, absolutely. കാരണം wellness is always cheaper than illness. Yes. ഇല്ലേ? Absolutely. അത് പലർക്കും ഇന്നും അറിയാത്ത ഒരു കാര്യമാണ്. ഞാനിത് നമ്മൾ അസുഖം വരുമ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടി ഇൻഷുറൻസ് എടുക്കും. ഞാനത് രഞ്ജിൻ, എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക്ഡിനെ കുറച്ച് ആക്റ്റീവാണ്. ഇറ്റ് വാസ്, എനിക്ക് ആ ലേഡിയുടെ പേര് അറിയത്തില്ല, ബോംബെയിലുള്ള ഒരു IT പ്രൊഫഷണലാണ്. ഷീ വാസ് സഫറിങ് ഫ്രം, ഷീ ഹാഡ് എ സ്ട്രോക്ക്. അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ റിക്കവറി ശേഷം എഴുതിയതാണ്. ടൈറ്റിൽ എന്താണെന്നറിയോ എൻ്റെ? മിഡിൽ ക്ലാസ് ഈസ് ജസ്റ്റ് 1 hospital bill away from poverty. അതിൻ്റെ താഴെ ആൾ എഴുതിയിരുന്ന ആളുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഷീ കം ഫ്രം ഹരിയാനയിലൊരു ചെറിയ ഗാവിൽ നിന്നൊരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബോംബെ താമസിച്ച് വർക്ക് ചെയ്ത് ഷീ ബോട്ട് എ സ്മോൾ 1 BHK സ്റ്റുഡിയോ സംതിങ്. എന്നിട്ട് സ്ട്രോക്ക് ഉണ്ടായി 34 at the age of 34. സ്ട്രോക്ക് ഉണ്ടായിട്ട് അതിൽ നിന്ന് കുറച്ച് ഇൻഷുറൻസ് കവർ ചെയ്തു, ബാക്കി കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റിലാണ് വന്നപ്പോൾ അത് വിറ്റു, തിരിച്ച് ഗ്രാമത്തിൽ. സോ ഷീ സെഡ് ജസ്റ്റ് 1 hospital bill away from poverty. This is a fact. ഇന്നും പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഇൻഷുറൻസിനും ചിലയിടത്തും ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൻഷുറൻസ് അല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്, നമ്മൾ തന്നെയാണ്. വി ഹാവ് ടു ടേക്ക് ചാർജ്. അത് ഏർലിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി ടേക്ക് ചാർജ് ചെയ്താൽ അത്രയും നല്ലത്. Yeah, like you said, prevention is always better than cure at the end of the day. Cheaper also. It's way cheaper. കാരണം ഇപ്പം ജനറ്റിക് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിലിമോ എന്ന് പറയും, എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ദാറ്റ് പ്രോഗ്രാം, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് വൺസ് ഇൻ യുവർ ലൈഫ് ടൈം. ഈ ജനറ്റിക് ജീൻ മാറത്തില്ലല്ലോ. Okay. You have to so how just long do it. is it? Tell us about it. Ipan yan V-Roots, which I am going to come, by the way. Yeah, I know. I'm like, oh God, I want to be back to, I'm very curious about it. It's like simple, എവിടെ ഇരിക്കുന്ന ആളാണെങ്കിലും ഇപ്പം നമുക്ക് ദുബായിൽ നിന്നും ഒക്കെ വരാറുണ്ട്, എൻക്വയറീസ് വരാറുണ്ട്. So we send the kit 2 ml saliva എടുക്കുക, send it back to us, it goes to the lab, and it takes, the entire process takes about 4 weeks, like decoding the DNA, sequencing, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ലാസ്റ്റ് അതിൽ നിന്ന് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജനറ്റിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിക്കും. ദെൻ യു ഹാവ് എ മൊബൈൽ ആപ്പ്, ഒരു AI പവേർഡ് മൊബൈൽ ആപ്പ് ഉണ്ട്, അതിനകത്തൊരു ഹെൽത്ത് കോൺസിയേജ് ഉണ്ട്. യു ഗെറ്റ് ദാറ്റ് ഓൾ ദാറ്റ്. It is like you are getting a complete recommendation report, which is almost like a blueprint for the rest of your life.
എന്തൊക്കെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ എല്ലാം തരും വരുത്തണം, നിങ്ങൾ. എല്ലാം ഉണ്ടാവും. ഇതാണ് എക്സസൈസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇതാണ് വരാൻ സാധ്യതയുള്ളത്, ഇതാണ് ഇത് അവോയ്ഡ് how ചെയ്യാൻ to block ചെയ്യേണ്ടത്. it, yeah, what kind of exercise suits you, what kind of exercise you should avoid, എന്ത് ഭക്ഷണം നല്ലതായിരിക്കും, എന്ത് ബ്രോക്കോളി കഴിക്കണോ, ബ്രോക്കോളി wow. കഴിക്കണ്ടയോ, എത്ര കഴിക്കണം, എത്ര കപ്പ് കോഫി സേഫ് ആണ്, ഏത് വൈറ്റമിൻസ് വേണം, ഏത് മിനറൽസ് ആൽക്കഹോൾ വേണം, എത്ര ml ആവാം ഒക്കെ ഉണ്ട്. ആവാം എല്ലാം കുറച്ച്. എത്ര വരെ പോവാം, ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഡീറ്റെയിൽസ് വിൽ ബി ദയർ. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ആർ ഹെൽത്ത് കോൺഷ്യസ് ഇൻ ദി AI ആപ്പ്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ Ranjini is going to say Japan and you have no idea about all the dishes. You can just ask your concierge, ഞാൻ ജപ്പാനിലേക്ക് പോവാണ്, ഇതിൽ ഈ സാധനം ഉണ്ടോ, അല്ല അവിടെ എന്ത് ഡിഷ് എനിക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം. automatically it will tell you exactly what to avoid. It's like a companion, it's an assistant for you. ഈ എൻ്റെ പ്രോസസ്സ് once in a lifetime ആണ്. And for this the investment is 30,000 plus tax, 30. That's it. So what I'm saying is പലപ്പോഴും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കയറി തിരിച്ചു വന്നാൽ തന്നെ ഇത് കൂടുതലാവും. അല്ല, I was going to say, I was thinking ഞാൻ പ്രൈസ് ചോദിക്കണോ വേണ്ടയോ, because some ഞാൻ people don't അതുകൊണ്ടാണ് say it. നേരത്തെ പറഞ്ഞത്. You volunteered it. ഞാൻ ആക്ച്വലി US വെച്ചിട്ട് ഇത്രയും അല്ല ഒരു 100 മാർക്കേഴ്സ് 100 ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ഒരു ടെസ്റ്റ് ഞാൻ ചെയ്തിട്ട് തന്നെ അന്ന്, അതായത് 2005 ആണെന്ന് കേട്ടോ, അന്ന് ഇന്ത്യൻ റുപ്പീസിൽ ഇക്വലന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വരും അന്ന്. ബട്ട് നൗ ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ്, സീക്വൻസിങ് ഹാസ് ഇംപ്രൂവ്ഡ്, മെഷീൻസ് ബെറ്റർ മെഷീൻസ് വന്നു. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഹസ് റിയലി കം ഡൗൺ. ബട്ട് സ്റ്റിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. It's brilliant. No, definitely. I mean, 30,000 plus taxes എന്ന് പറയുമ്പോൾ when you are actually getting a blueprint of your life and your future, why not? Yep. I mean, if you can afford it, why not? Yeah. I also wanted to ask you, ഇത് മാത്രമല്ല, but V-Roots is one of the things you've done. You have a World Biohacking Summit. What is that? അതെന്താണ്? അത് ഞങ്ങൾ ദുബായിൽ ചെയ്യുന്നൊരു ഇവൻ്റാണ്. ദുബായ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഗ്ലോബൽ ബയോഹാക്ക്, ഈ ലോഞ്ചിവിറ്റി കമ്മ്യൂണിറ്റി. ഇപ്പം ഇന്ത്യയിൽ ബയോഹാക്കിംഗ് അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും പുതിയതാണല്ലോ. ഇപ്പോൾ പയ്യെ ആൾക്കാരൊക്കെ അറിഞ്ഞ് കേട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇറ്റ് വാസ് നത്തിങ് ഇസ് ദെയർ. സോ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാം എന്നുള്ള ധാരണയിൽ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഇവൻ്റാണ് 2023, വിച്ച് ഇസ് നൗ വി ഹാവ് ഡൺ 3 events നൗ ഇൻ ദുബായ്. ഇന്ത്യയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ഓൾ ദിസ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രാക്ടീഷണേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് മെഡിസിൻ, ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ഹീലിംഗ്, എല്ലാവരും ഒരുമിച്ച് വരുന്നു. ദി എക്സ്ചേഞ്ച് ദെയർ തോട്ട്സ്, നല്ല സ്പീക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇവൻ്റാണ്, സമ്മിറ്റാണ്. And it's something that you founded and you want to make sure it keeps going. Yeah, absolutely. So there are more conversations about it. Yeah, because it's a new field. Longevity, biohacking ഒക്കെ പുതിയ സ്പേസ്. ഇന്ത്യയിൽ ഇപ്പോഴും quite new. ഇന്ത്യയിൽ അതിന്റെ ഒരു പൊസിഷനാണ്. ഞാനിത് കൂടുതൽ റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണോ അതുകൊണ്ട് യു വിൽ നോ. അതുകൊണ്ടാണോ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ അൽഗോരിതം അങ്ങനെയല്ലേ വർക്ക് ചെയ്യും. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനെ കാണിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ലോഞ്ചിവിറ്റി. ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന്. അങ്ങനെയല്ല അല്ലേ? വെരി വെരി ന്യൂ ആൻഡ് നോട്ട് മെനി പീപ്പിൾ ഹാവ് ഗോട്ട് എനി ക്ലൂ അബൌട്ട് ഇറ്റ്. ഐ മീൻ നോട്ട് ഗുഡ് ഫോർ മീ. ജെനറ്റിക്സിനെ ഞങ്ങൾ പറയുമ്പോൾ പലർക്കും അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. മൈക്രോബയോം ഫോർ ദാറ്റ് മാറ്റർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വി വർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ് വിത്ത് വെരി വെൽ നോൺ, വളരെ അറിവുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഇത്രയും പ്രിസിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചു. ഓ ദെൻ ഇറ്റ് മസ്റ്റ് ബി വെരി എക്സ്പെൻസീവ്. ആൻഡ് ഐ സെഡ് ഹൗ മച്ച് യു പേ ഫോർ എ ബ്ലഡ് ടെസ്റ്റ്? മേ ബി ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ 10,000 രൂപയാവും. ഞാൻ പറഞ്ഞു മൈക്രോബയോം ടെസ്റ്റിംഗ് ഈസ് ഓൺലി 10,000 rupees. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൂ. പക്ഷേ ഇറ്റ്സ് പോസിബിൾ നൗ. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഇൻ ദ പ്രിവെൻറ്റീവ് സ്പേസ്. അപ്പം ഇതിനെ വലിയ ബിഗ് ഇൻഡസ്ട്രി ഒന്നും അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കാം. സോ ദാറ്റ്സ് എ ഫാക്ട്. അത് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനോടുള്ള എക്സൈറ്റ്മെന്റും ഇൻട്രസ്റ്റും അപ്പൊ അതുകൊണ്ട് അവയർനെസ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് someone like Reliance or maybe a huge conglomerate comes into this space, it will be a different ball game. പക്ഷേ ഉണ്ടാവും എന്നുള്ള സംശയമാണ്. കാരണം ഡിലോയിറ്റിന് ഉണ്ടാവുന്നതിൽ ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഡിലോയിറ്റിന് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ല 2019 റിലീസ് ചെയ്ത റിപ്പോർട്ടുണ്ട്, ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. എനിബഡി ഇന്ന് മെഡിക്കൽ ഫീൽഡിലോ ഹെൽത്ത് കെയർ ഫീൽഡിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണണം എന്ന് ഞാൻ പറയും, വായിക്കണം എന്ന് പറയും. കാരണം ആ റിപ്പോർട്ട് പറയുന്നത് റൈറ്റ് നൗ ദി എൻറ്റയർ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അതിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ആൻഡ് വെൽനസ് കോൺട്രിബ്യൂട്ട്സ് ലെസ്സർ ദാൻ 20% റൈറ്റ് നൗ. By 2045 it will be more than 60%. Should be. That's a good thing. Yeah. സോ അങ്ങനെ വരുമ്പോൾ വലിയ കമ്പനികളൊക്കെ ഇതിലേക്ക് നോക്കാം. ഇപ്പം ഫാർമ കമ്പനി ഒന്നും ഇതിലേക്ക് പയ്യെ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ദേ ആർ ഓൾസോ സീരിയസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് pharma companies took over a nutraceutical company last year by 1,800 crores.
അപ്പോൾ അങ്ങനെ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് എ ട്രെൻഡ് ഈസ് ഓൺ. I only understand it because I have some friends who are so into it. I get information from there and then I start looking it. And മാത്രമല്ല ഈ സപ്ലിമെന്റേഷൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോഡക്ട്സ് വരുമ്പോൾ പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ യു കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. lots of things CoQ10, സംതിങ് ലൈക്ക് ദാറ്റ്. Another thing I want to ask you, I'm sure ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് റെഡ് ലൈറ്റ്. We want to know whether red light is good for us or not. എന്താണ് അതിന്റെ സത്യാവസ്ഥ? Red light is absolutely phenomenal. Tell us. Because ഞാൻ ഒരു റെഡ് ലൈറ്റ് മാസ്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. വാങ്ങിച്ചോട്ടെ. 50,000 രൂപ. നല്ല ക്വാളിറ്റി. അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത് തന്നെ. നല്ലയാ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് V-Roots ബാക്ക് സെന്ററിലും റെഡ് ലൈറ്റ് തെറാപ്പി ഉണ്ട്. വി ഹാവ് എ ഹ്യൂജ് റെഡ് ലൈറ്റ് ചേംബർ. ചേംബർ അല്ല, അതൊരു കൈൻഡ് ഓഫ് ബോട്ടം പോർഷൻ ഈസ് പൾസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ടോപ്പ് പോർഷൻ ഈസ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് ഉണ്ട്, അതിനകത്ത് ഇൻഫ്രാറെഡ് റൈസും ഉണ്ട്, എല്ലാം ഉണ്ട്. റെഡ് ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പെനട്രേറ്റ്സ് യുവർ സ്കിൻ, ഇറ്റ് ഗോസ് ടു ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ ഏകദേശം ഒരു 1000 മൈറ്റോകോൺട്രിയ ഒക്കെ ഉണ്ടാവും എന്ന് പറയാം. സോ ദീസ് ആർ ദ പവർ ഹൗസസ്, ദിസ് പ്രൊഡ്യൂസസ് എനർജി. അതെ അതെ, അവസ്ഥ മതി. നമ്മുടെ പ്രൈമറി ഫ്യൂവൽ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യിച്ചിട്ട് എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് വീക്ക് ആവുന്നതാണ് ഏജിങ്ങിൻ്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്ന ഒരു കാരണം. 10-12 കാരണങ്ങളിൽ ഒരു കാരണം. ആൻഡ് മോസ്റ്റ് കോമൺ റീസൺ ഈസ് മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ. മോസ്റ്റ് കോമൺ. ഇപ്പം നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ തന്നെ ചില ഡോക്ടേഴ്സ് പറയും ഡയബറ്റീസ് ഇസ് നോട്ട് എ ഡിസീസ് ഓഫ് ഷുഗർ. ഷുഗർ കൊണ്ട് വരുന്ന അസുഖമല്ല, മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് വീക്ക് ആയതുകൊണ്ട് വരുന്ന അസുഖമാണ്. കാരണം മൈറ്റോകോൺട്രിയ മിടുക്കനായിരുന്നുണ്ടെങ്കിൽ കിട്ടിയ ഷുഗറിനൊക്കെ അവൻ കൺസ്യൂം ചെയ്തിട്ട് കത്തിച്ച് കളഞ്ഞാണ്. സോ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് ആർ വീക്ക്. ഈ നമ്മുടെ സെല്ലിനകത്തുള്ള ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏർപ്പാടാണ് അതിനുള്ളത്. നമ്മുടെ ആണെന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ അല്ല. കാരണം അതിന് സെപ്പറേറ്റ് DNA ഉണ്ട്. നമ്മുടെ DNA അല്ല അതിന്റെ DNA. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെന്റ് ഓർഗനൈൽ എന്നാണ് പറയുന്നത് തന്നെ. ഗസ്റ്റ് ഇൻ എ ബോഡി, കറക്റ്റ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുകയാണെങ്കിൽ ഇത് ഒരുമിച്ച് കൂടും, ഫ്യൂസ് ചെയ്യും. If you are giving work, it will get into fission. It will explode. അപ്പം കൂടുതലും ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോഴത്തേക്കും cells have got lesser number of mitochondria. As a result, lesser production of energy. As a result, lesser consumption of glucose and oxygen. മനസ്സിലായി. അപ്പം മൂവിങ് യുവർ ബോഡി ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ. മൂവ് യുവർ ബോഡി ഓൾ ദ ടൈം. ഇതാണ് ഏറ്റവും ക്രിട്ടിക്കൽ. Now, when you are talking about red light has got a very interesting feature that ഇത് നേരെ നമ്മുടെ മൈറ്റോകോൺട്രിയയെ ഹിറ്റ് ചെയ്യും. മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യും, നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻക്രീസ് ചെയ്യും ഫിഷനിലൂടെ. അതിലൂടെ കൂടുതൽ മെറ്റബോളിസം, നമ്മുടെ ഓവറോൾ മെറ്റബോളിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യും. സോ വൺ അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് ഫേസ്, നമ്മൾ പറയുന്നത് മാസ്ക് അല്ലേ, റെഡ് ലൈറ്റ് മാസ്ക്. ബിക്കോസ് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടും. അത് സയന്റിഫിക് പേപ്പേഴ്സ് ഉള്ളതാണ്. സോ ഓവറോൾ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ്. നമ്മൾ ആ രീതി ചിന്തിച്ചാൽ ഇറ്റ്സ് എ ബ്രില്യൻ തിങ്. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏജ് റിവേഴ്സൽ അല്ലെങ്കിൽ സ്ലോയിങ് ഡൗൺ ഏജിങ് ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, ഞാൻ ആൾക്കാരോട് പറയാറുള്ള കാര്യമാണ്, ആഴ്ച ഒരു 2 മണിക്കൂറൊന്ന് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് യു ത്രൂ എൻ എൻറ്റയർ പ്രോസസ് ത്രൂ വിച്ച് യു ക്യാൻ റെഡ്യൂസ് യുവർ ഏജ് ഓർ കീപ് at a young age. ആഴ്ചയിൽ 2 മണിക്കൂർ മതിയോ? 2 മണിക്കൂറൊക്കെ മതി. ഓക്കെ, സെറ്റ്. 2 മണിക്കൂറൊക്കെ ഞാൻ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കും. 2 hours ആവശ്യം. What in general now, because we've spoken so much about it, ചില കാര്യങ്ങൾ I don't know how many of them will really understand, but I think you should understand it. If you have not, rewind it and see it again. What are some of the things that people should do to stay healthy according to Dr. Sajeev? Just flat out 2 or 3 or 5. One is of course the good sleep. No compromise, non-negotiable. എത്ര മണിക്കൂറൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ ചുമ്മാ ഓരോരുത്തരുണ്ടാക്കുന്ന മിത്തുകളാണ്. 8 മണിക്കൂർ ഉറങ്ങണം, 9 മണിക്കൂർ ഉറങ്ങണം. ഇറ്റ് ഓൾ ഡിപ്പെൻസ്. യു നോ ഇറ്റ് ബെറ്റർ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും നമുക്ക് നല്ല എനർജി തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പിന്നെ നമുക്കിന്ന് വേറബിൾസ് ഉണ്ട്, സ്മാർട്ട് റിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ വൂപ്പ് ഉണ്ട്. യു ക്യാൻ മെഷർ നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എത്രയുണ്ട്, REM സ്ലീപ്പ് എത്രയുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണം. സ്ലീപ്പിന് ലൈക്ക് ഒരു 2 hours മുമ്പൊന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, അവോയ്ഡ് ദാറ്റ് സ്ക്രീൻ ടൈം, അങ്ങനെയുള്ള ബേസിക് ലെവലിലുള്ള കുറേ കാര്യങ്ങളും ചെയ്തിട്ട് സ്ലീപ്പ് നോൺ നെഗോഷ്യബിൾ ആക്കുക. If you have some trouble, I have always seen magnesium does a great job in terms of sleep.
ഓക്കെ ദാറ്റ്സ് നമ്പർ 1. കാരണം യുവർ ടുമോറോ സ്റ്റാർട്ട്സ് ടു നൈറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 2, സ്റ്റാർട്ട്. ഹൗ ഡു യു സ്റ്റാർട്ട് യുവർ ഡേ? യുനോ പല ആൾക്കാരും ഇന്നും കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുക. ഞാൻ എൻ്റെ കാര്യം പറയാനേ പറ്റുള്ളൂ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറച്ച് സമയമെങ്കിലും ഐ ഓൾവേസ് പ്രാക്ടീസ് ഗ്രേറ്റ്ഫുൾനെസ്. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഉണർത്തിയില്ലേ, അതെനിക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവുകളൊക്കെ അദ്ദേഹം തന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് മ്യൂസിക് ഒന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലായിരുന്നു താമസിക്കുന്നത്, കേരളത്തിൽ വരുമ്പോൾ. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, ഊട്ടിയാൽ ഉണ്ണും, ഉറക്കിയാൽ ഉറങ്ങും, നടത്തിയാൽ നടക്കും, ഉറക്കിയാൽ ഉറങ്ങും എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. ഊട്ടിയാൽ ഉണ്ണും, നമ്മൾ ഉരുട്ടി വായി വെക്കാം, ഇത് ഇറങ്ങണമെങ്കിൽ വിചാരിക്കണമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾനെസ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചില ആൾക്കാർ പറയും, ഓ എന്തോ ഒരു ലൈഫിൽ ഒരു ഇതൊന്നുമില്ല. യു ഹാവ് ഗോട്ട് 1 റീസൺ ടു സ്റ്റേ എക്സൈറ്റഡ് ബിക്കോസ് യു വോക്ക് അപ്പ് ടുഡേ. എത്ര ആയിരം ആൾക്കാർ ഇന്ന് രാവിലെ ഉണർന്നില്ല. അപ്പോൾ സോ യു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രേറ്റ്ഫുൾനെസ്, നമ്പർ 1. നമ്പർ 2, മോർണിംഗിൽ എന്താണ് റുട്ടീൻ, ലൈക്ക് മെഡിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. യു നീഡ് ടു മൂവ് യുവർ ബോഡി, സൂപ്പർ ക്രിട്ടിക്കൽ. I always start the day maybe 1 hour after I wake up. I take a black coffee with ghee. Bullet coffee. നാടൻ പശുവിൻ്റെ നെയ്യ്, A2 ghee. So it's not a fad അല്ലേ? Bullet coffee works. It is fantastic. Okay. അത് നോർമൽ അല്ല, നാടൻ പശുവിൻ്റെ നെയ്യ് വേണം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ മറ്റേ നെയ്യ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നാടൻ പശുവിൻ്റെ നെയ്യ് A2 ghee എന്നാ പറയുക. A2 KC. I've seen it. So it's fantastic. Like നമുക്ക് ഗീയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഈ ബ്യൂട്ടറൈറ്റ്സ് എന്ന് പറയാം, നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. It's pretty good, like in the sense. So then you go your workout and all those kinds of stuff. Super critical is move your body. ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂവ് യുവർ ബോഡി. ഈ 10,000 steps ഒക്കെ ചിലർ പറയുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഇഫ് യു ക്യാൻ പുട്ട് സം ടാർഗറ്റ്സ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. 3rd is I should create at least 3-4 time zones in my day where I should be conscious about my breath. Yes. അത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പം വർക്ക് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്തായിരിക്കും, ഒരു 2 മിനിറ്റ് ആയിരിക്കും, 3 മിനിറ്റ് ആയിരിക്കും. ഐ ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് മൈ ബ്രെത്ത്. ആ സമയത്തൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഇറ്റ് റിയലി റീകൂപ്സ് യു. പിന്നെ നമുക്ക് ഒട്ടും വർക്കൗട്ട് ചെയ്യാൻ പോലും നേരമില്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു വർക്കൗട്ട് ഉണ്ടല്ലോ. നമ്മുടെ ഈ കാല് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാമല്ലോ, ഇങ്ങനെ ആട്ടുമല്ലോ, ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് ആക്കിയാൽ യു ഹാവ് ഗോട്ട് ദ കാഫ് മസിൽ വർക്കിംഗ്. അതിന് ഒത്തിരി സയൻസ് ഉണ്ട്. സോളിയസ് മസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് ബേൺസ് ലോട്ട് ഓഫ് ഗ്ലൂക്കോസ്. സോ ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇഷ്ടം പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. നമ്മൾ മടി ഇതൊക്കെ രാവിലെ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. Basic thing is that you have to have a reason to a purpose. Reason to wake up. And what defines ഈ ബ്ലൂ സോൺ എന്ന് കേട്ടിട്ടില്ലേ? അതായത് പീപ്പിൾ ഹു ആർ ലിവിങ് ദ ലോങ്സ്റ്റ്. ഇവരുടെ ഒത്തിരി സർവീസും സ്റ്റഡീസും നടന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും കുറേയൊക്കെ. What is making them so special? Why they are living more than 100 years with absolute health and vitality? There are so many reasons. One of the reasons is they have a purpose. Because they want to. They have a purpose. അവർക്കറിയാം why I do what I do. 1. 2, they have kind of a social connectivity. അവർ വൈകുന്നേരം ഒരുമിച്ച് കൂടും, ഒരു വൈനൊക്കെ റെഡ് വൈനൊക്കെ conversations. So these are some of the things what is missing now. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എല്ലാം. ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ നമുക്കതിന് ഒരു ഇന്റൻഷൻ വേണം. We should have an intention. And what are some of the things they should not? ഇതൊക്കെ ഗുഡ് തിങ്സ്. ബാഡ് തിങ്സ് എന്താ കുറച്ച്? ലൈക്ക് ട്രൈ നോട്ട് ടു, ലൈക്ക് യു സെഡ് നേരത്തെ എന്തിനെ കുറിച്ച് ഡെഫിനറ്റ്ലി നോ എന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അതേ മറന്നു? ഓയിൽ തന്നെ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള പണിയാണ്. എനിക്ക് പോലും ഞാൻ പറയാം, വൺ തിങ് വിച്ച് വേറെ ഒരു ലെവലായിരിക്കും കേട്ടോ. See, either you are a slave to your brain or your brain is a slave to you. എൻ്റെ ഒപ്പീനിയനിൽ കൂടുതൽ ആൾക്കാരുടെയും ജീവിതം ദുരന്തമയമായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രെയിൻ അവരുടെ മാസ്റ്റർ ആവുന്നതുകൊണ്ടാണ്. അവർക്ക് അവരുടെ ബ്രെയിനിനെ മാസ്റ്റർ ചെയ്യാൻ അറിയില്ല. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ട്രെയിനബിൾ ഓർഗൻ.
ഓക്കെ. ഏറ്റവും നന്നായിട്ട് ട്രെയിൻ ചെയ്യാവുന്ന ഓർഗൻ ബ്രെയിനാണ്. ബൈസെപ്സ് എനിക്ക് ട്രെയിൻ ചെയ്യാം, 3 മാസം ട്രെയിൻ ചെയ്തിട്ട് കുറച്ചൊന്ന് ബിൽഡ് ചെയ്തിട്ട് ഞാൻ നിർത്തി കഴിഞ്ഞാൽ പണി തീരും. മറ്റേതല്ല, ഒരു പ്രാവശ്യം ട്രെയിൻ ചെയ്താൽ പിന്നെ ബ്രെയിൻ തന്നെ ചെയ്തോളും. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. അറിയാമല്ലോ, ഏത് ബാഡ് ഹാബിറ്റ്സും ഇറ്റ് വിൽ കീപ്പ് ഓൺ ഡൂയിങ്. എനി ഗുഡ് ഹാബിറ്റ്സ് ഓൾസോ സെയിം വേ. സോ ഇറ്റ് റിക്വയർസ് സം ലെവൽ ഓഫ് ഡിറ്റർമിനേഷൻ. ആ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഡിറ്റർമിനേഷൻ വേണം. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് തീരുമാനിക്കണം ആദ്യം. ഓക്കെ. ചില ആൾക്കാർ പറയും എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഉള്ളൂ. യു ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് യുവർ തോട്ട്സ്. ഈ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെ ആൾക്കാരെ പഠിപ്പിക്കാറുണ്ട്. അതുപോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തോട്ട്ഫുൾനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? ഞാൻ ചില ആൾക്കാരോട് പറയും, ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് പറയുന്ന ആൾക്കാരോട് പറയാറുള്ളത്, ഈ തോട്ട്സ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബട്ടൺ വയ്ക്കുക. ദിസ് എ പ്ലേ ബട്ടൺ, ദിസ് എ പോസ്റ്റ് ബട്ടൺ. ഞാനൊരു ചിന്ത ആവശ്യമില്ലാത്ത എന്ത് ചെയ്യുക, ഒന്നും ശരിയാകത്തില്ല, നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ, ഒരു പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ ഒരു പോസ് ഒന്ന് അമർത്താം. വാട്ട് ആം ഐ തിങ്കിങ്? ഇസ് ഇറ്റ് ദാറ്റ് വാട്ട് ഐ വാണ്ട്? എനിക്ക് എന്തോ ആവശ്യമുള്ളത് ഇവിടെ ഒന്ന് പ്ലേ അമർത്തുക. ഇതൊരു ആർട്ടിഫിഷ്യൽ പ്രോസസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ബ്രെയിൻ എന്തും പഠിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ടാണ്. ഡ്രൈവിംഗ് എങ്ങനെയാണ് പഠിച്ചത്? ഇറ്റ് വാസ് വെരി ആർട്ടിഫിഷ്യൽ അല്ലേ? തുടങ്ങിയ സമയത്ത് ക്ലച്ചും ബ്രേക്കും എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ക്ലച്ച് എന്ന് കാലെടുക്കുക, ബ്രേക്ക്. ഇറ്റ് വാസ് സോ ആർട്ടിഫിഷ്യൽ. സിഗരറ്റ് വലിച്ചത് എങ്ങനെയാണ്? സിഗരറ്റ് വലിച്ചു തുടങ്ങിയപ്പോൾ സിഗരറ്റ് വലിച്ച എല്ലാ ആൾക്കാരും വളരെ സന്തോഷത്തോടെ ആദ്യത്തെ പഫ് എടുത്തപ്പോൾ ഹായ് എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞതല്ലോ. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് പിയർ ഗ്രൂപ്പ് പ്രഷർ. പിയർ പ്രഷർ കൊണ്ട് നമ്മൾ വലിച്ചു, ചുമ്മാ വലിക്കല് ചുമച്ചു. ഇറ്റ് വാസ് സോ അൺകംഫർട്ടബിൾ. പക്ഷേ ചെയ്ത് ഇറ്റ് ബിക്കെയിം സോ ഫാമിലി, ഇറ്റ് ബിക്കെയിം നാച്ചുറൽ. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ കവളമടൽ എടുത്തിട്ടായിരുന്നു നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്. ഒരു ദിവസം എൻ്റെ ചേട്ടൻ പറഞ്ഞു നിന്നെ ക്ലബ്ബിൽ കൊണ്ട് ചേർക്കാമെന്ന് പറഞ്ഞു. ക്ലബ്ബിൽ കൊണ്ട് ചേർത്തപ്പോഴാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് എന്താണെന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്നോട് നമ്മുടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു നീ ബാറ്റൊക്കെ അവിടെ വെച്ചേ, പാഡ് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സോ ജസ്റ്റ് ഫുട് വർക്ക് മാത്രം പഠിപ്പിക്കുക. എന്തൊരു ബോറാണെന്നറിയോ? ഫ്രണ്ട് ഫുട്ട് ബാക്ക് ഫുട്ട്. ഇറ്റ്സ് സോ ബോറിങ്, ഇറ്റ്സ് സോ ആർട്ടിഫിഷ്യൽ. പക്ഷേ once you do it again and again and again and again, practice makes it become natural. It become natural. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ബേസിക് ആയിട്ട് വാട്ട് യു ഷുഡ് നോട്ട് ഡു എന്ന് പറഞ്ഞാൽ, യു ഷുഡ് നോട്ട് അലൗ ദോസ് കൈൻഡ് ഓഫ് തോട്ട്സ് ടു ബിക്കം കൈൻഡ് ഓഫ് നിങ്ങളുടെ ഒരു ട്രസ്പാസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യരുത്. ഞാൻ എൻ്റെ ബ്രെയിനിൻ്റെ മാസ്റ്റർ ആയിരിക്കണം എന്ന് തീരുമാനിക്കണം. ഇവിടുന്ന് തുടങ്ങിയാൽ ബാക്കിയെല്ലാം ശരിയാവും. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഒറ്റയടിക്ക് ചോദിച്ചോണ്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ്. ബാക്കി ഹെൽത്തിൻ്റെ കാര്യവും ലൈഫിൻ്റെ കാര്യവും മാനിഫെസ്റ്റേഷനും ഡ്രീമും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സാധനം വേണം. അല്ലെന്നുണ്ടെങ്കിൽ യു വിൽ ബി കണ്ടിന്യൂസ്ലി ഓവർ റൈഡഡ് ബൈ ദോസ് കൈൻഡ് ഓഫ് തോട്ട്സ്. കാരണം നമ്മൾ ന്യൂറോ സയൻസ് പറയും ബ്രെയിൻ ഓൾവേസ് ചൂസസ് ദ പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പാത്തിൽ കൂടെ മാത്രമേ ബ്രെയിൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ സഞ്ചരിപ്പിക്കത്തുള്ളൂ. തോട്ട്സ് അങ്ങനത്തെ മാത്രം വരത്തുള്ളൂ. എന്താണ് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത്? സപ്പോസ് ഇഫ് ലയബിലിറ്റി ഈസ് ഫെമിലിയർ ടു യു, യു വിൽ ഓൾവേസ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇഫ് പോവർട്ടി ഈസ് ഫെമിലിയർ ടു യു, യു വിൽ ഓൾവേസ് റിമെയിൻ പുവർ. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കണം. വാട്ട് ഐ വാണ്ട്. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ലൈഫ്, ദ വേ യു തിങ്ക്. യെസ്, അത് പ്രാക്ടീസ് കൂടെ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. Oh no, and അത് like I said, കുറേ പേര് there are a lot of non-believers in these ഇങ്ങനത്തെ സംസാരം കേൾക്കുമ്പോൾ അവർക്കത് കുറച്ച് larger than life ആയിട്ട് തോന്നും. But once you start practicing it, and അത് നമ്മുടെ ലൈഫിൽ I challenge, അങ്ങനെ രഞ്ജിനി പറഞ്ഞ ഈ ആൾക്കാരെ ഞാൻ ഒറ്റയടിക്ക് ചാലഞ്ച് ചെയ്യാണ്. വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോട്ടെ. നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ 94% കാര്യങ്ങളും you trained your brain to do it knowingly or unknowingly. Yes. Because 94% of the things what we do are non-conscious. Imagine 94%. 94% of the, because 94% is your is the kind of quantified capacity of a non-conscious brain. That's crazy. Yeah. That's actually a lot. Yeah. നമ്മൾ ഇരിക്കുന്ന പോലെ non-conscious ആണ്. Yeah. Insane. If എന്തായാലും the scope of this field or this area is immense, and Dr. Sajeev, I think ippam 2020 Viroots ayalum 23 World Biohacking Summit ayalum, you've made your inroads into this, and this is your passion. This is what you want to spend the rest of your life talking about. Endana, what is your vision for what you're doing right now? നമ്മളിപ്പോൾ കളക്റ്റീവായിട്ട് പറയാനുള്ള ഒരു വിഷൻ ഉണ്ട്. എംപവറിങ് പീപ്പിൾ ടു ലിവ് healthy, productive life, helping people to touch their goal of 100+. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഇൻസ്പയറിങ് തിങ്. ബട്ട് ഐ തിങ്ക് കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആയിട്ട് പറയുകയാണെങ്കിൽ
മേക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് ഡിഫറൻസസ് ഇൻ പീപ്പിൾസ് ലൈഫ്സ് എന്നുള്ളതാണ് എനിക്കെപ്പോഴും പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത്. അതിന് പല റൂട്ട്സ്, പല മെത്തഡോളജി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അവർക്ക് അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം. കാരണം ഇന്നും രഞ്ജിനി, ഐ തിങ്ക് ഐ ഹാവ് സീൻ യു ഓൺ ദ സ്റ്റേജ് ആൻഡ് യു ആർ ക്വൈറ്റ് ഇൻസ്പിറേഷണൽ. പക്ഷേ ഇന്നും പല ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു കാര്യം, if you really want, anything is possible. ആ പൊട്ടൻഷ്യൽ എല്ലാ ആൾക്കാരിലും ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ഇഗ്നൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ഇഷ്ടമാകത്തില്ല അത് ചെയ്യുമ്പോൾ, അതിന് നെഗറ്റീവായിട്ടൊക്കെ പറയും, ഇത് മോട്ടിവേഷനാണ്, ഇത് കൈൻഡ് ഓഫ് ഹോപ്പ് തരികയാണ്. ആൾക്കാർക്ക് അതുപോലെ ഇഷ്ടമല്ല, ഹോപ്പ് കൊടുക്കുന്ന പോലെ ഇഷ്ടമല്ല. ഹോപ്പ് കൊടുക്കാൻ പാടില്ല, ഹോപ്പ് തരുന്നതാണ്. ഇയാൾ എപ്പോഴും പണ്ടുകാലം മുതൽ ഹോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ ഇൻ വിച്ച് എവർ വേ വി ബിലീവ് ദാറ്റ് I can also ignite a bit of potential in other people's life, I will be happy. I think that's perfect. I think we've had such a wonderful conversation, Doctor. And like I said, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ തന്നെയായിരുന്നു. And I promise you will see my face at V-Roots very soon to biohack the shit out of my system. Absolutely. You can do that because you are a performer, you are an inspiration. And I can't wait. When I do it, I'm sure that I'll talk to them about it too, because we need to. ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ആണ് മാറ്റം വരുമ്പോൾ ആ മാറ്റത്തിനെ കുറിച്ചുള്ള സംസാരവും സംവാദവും നടന്നാൽ മാത്രമേ മാറ്റം കുറച്ചുകൂടെ സിഗ്നിഫിക്കന്റ് ആവൂ. And some people should criticize also. Oh, we love it. I think I've grown up with it, so അതില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാ. But it's been such a joyous Thank you so much. Thank you for the invite. Thank you for being here.